ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2026 ഒരു സർവൈവൽ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ത്രാഷ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് സർവൈവൽ ത്രില്ലർ മൂവീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെയാണ് ഇതെന്ന് വിചാരിച്ച് നിങ്ങൾ ഈ മൂവി സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടം നിങ്ങൾക്ക് തന്നെ ആയിരിക്കും. അത് പറയാനായിട്ടുള്ള ഒരു കാരണമുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ ഈ മൂവി കണ്ടു തന്നെ മനസ്സിലാക്കുക. സാധാരണ ഈ ഒരു സർവൈവൽ ത്രില്ലർ മൂവീസ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ മൂവി കണ്ടത്. പക്ഷേ എന്തോ ഈ മൂവി എടുത്തു വച്ചിരിക്കുന്ന രീതി അങ്ങനെയാണ്. അതുകൊണ്ട് ഇതുപോലെയുള്ള സർവൈവൽ ത്രില്ലർ കഥകളും ഹൊറർ ത്രില്ലർ കഥകളും ക്രൈം ത്രില്ലർ കഥകളും കേൾക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ കഥ പറയാനായിട്ട് ഞാനും തയ്യാറാണ്. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ? അങ്ങനെ പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടായിട്ടുള്ള ഒരു ലൈക്കും. ഈ കഥ തുടങ്ങുന്നത് US ഒരു കിഴക്കൻ തീരപ്രദേശമായിട്ടുള്ള ആനി വില്ലെ എന്ന് പറഞ്ഞൊരു പട്ടണത്തിലാണ്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ കഥ തുടങ്ങുന്നത്. കാരണം വർഷാവർഷം ഈ പ്രദേശത്ത് ഒരു ചുഴലിക്കാറ്റ് വരാറുണ്ട്, അതും കടലിൽ നിന്നും. അതുമല്ല, ഇപ്പോൾ അവസാനത്തെ 24 മണിക്കൂറിനുള്ളിൽ ഇവർ ഹെൻറി എന്ന് പേരിട്ട് വിളിക്കുന്ന ഒരു ചുഴലിക്കാറ്റുണ്ട്. അതിന്റെ ശക്തി നല്ലതുപോലെ കൂടി അത് കരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ കാറ്റഗറി തന്നെ ഇപ്പോൾ 2ലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തീരപ്രദേശങ്ങളിൽ നല്ലതുപോലെ മഴ പെയ്യും, മണ്ണിടിച്ചിലുകൾ ഉണ്ടാവും, വെള്ളപ്പൊക്കം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പട്ടണത്തിൽ താമസിക്കുന്നവരെല്ലാം സുരക്ഷിതമായിട്ടുള്ള മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകണമെന്ന് ആ ന്യൂസിലൂടെ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചുഴലിക്കാറ്റ് എപ്പോഴാണ് വരുന്നതെന്ന് പോലും ആർക്കും പ്രവചിച്ച് പറയാൻ കഴിയത്തില്ല. ഇപ്പൊ കാണിക്കുമ്പോൾ ആനി വില്ലെ എന്ന് പറഞ്ഞ ഒരു ചെറിയ പട്ടണം, അവിടെ നല്ലതുപോലെ മഴ പെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകളും അവരുടെ കാറുകളിലും വാഹനങ്ങളിലൊക്കെ ആയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അതേസമയമാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ, അവളുടെ പേര് ഡെക്കോട്ട. ഹീറോയിൻ ഇപ്പോൾ ഉള്ളത് അവളുടെ വീട്ടിലാണ്. ഇപ്പോൾ ഡെക്കോട്ടയെ പറ്റി പറയുവാണെങ്കിൽ ഹീറോയിൻ ഡെക്കോട്ട ഒരു അഗ്രോഫോബിയാണ്. എന്താന്ന് വെച്ചാല് അവൾക്ക് ഈ ഒരു ആൾക്കൂട്ടം അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഭയങ്കര പേടിയാണ്. അതിന് കാരണം വേറെ ഒന്നല്ല, അവളുടെ അമ്മ മരിച്ചതിന് ശേഷം അവൾ ഈ മാനസികാവസ്ഥയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീടിനകത്ത് വെച്ചിട്ട് അവൾ സാധാരണ ഫുഡ് വാങ്ങുന്നത് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ചിട്ടാണ്. അതുപോലെ ഇപ്പോൾ അവർ റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ചിട്ട് ഫുഡ് കൊണ്ടുവരാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, സോറി മാഡം, ഇപ്പോൾ വെളിയിൽ നല്ല മഴയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയത്തില്ല എന്ന് പറയുന്നതും ഇപ്പോൾ വേറെ വഴിയില്ലാതെ അവൾക്ക് വെളിയിലേക്ക് പോയേ മതിയാവൂ. അവൾക്കാണെങ്കിൽ അഗ്രോഫോബിയ എന്ന് പറഞ്ഞാൽ ഒരു അസുഖമുണ്ട്. ഇപ്പോൾ വേറെ വഴിയില്ലാതെ തൻ്റെ റെയിൻകോട്ടും എടുത്തിട്ടിട്ട് വെളിയിലൂടെ നടന്നു പോകുമ്പോഴത്തേക്കും വെളിയിൽ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്, കാറ്റിലടിക്കുന്നു. അതേപോലെ ഓരോ വീട്ടിലുള്ളവരും രക്ഷപ്പെട്ടു പോകാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാണ്. അവൾ എല്ലാവരെയും നോക്കിയിട്ട് ഈ ആളെ കാണുമ്പോൾ നല്ല പേടിയാണ്. അതെല്ലാം കണ്ട് പേടിച്ച് പതിയെ നടന്നു പോകുന്നതും ഇപ്പോൾ ഫയർ എഞ്ചിൻ പോകുന്നു, അതേപോലെ തന്നെ ആംബുലൻസ്, ഇതിന്റെ ശബ്ദങ്ങളെല്ലാം കേൾക്കും തോറും അവൾക്ക് ആകെ ടെൻഷൻ കൂടിക്കൂടി വരികയാണ്. അങ്ങനെ ഇതൊക്കെ കാരണം എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് പോകാം, എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞ് അവൾ തിരിയുമ്പോഴത്തേക്കും അയൽക്കാരനായിട്ടുള്ള ഒരാളെ വന്ന് ഇടിക്കും. അയാളെ കാണുമ്പോഴത്തേക്ക് അയാൾ പെട്ടെന്ന്, ഹേയ് ഡെക്കോട്ട, നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലോ, നിന്റെ അമ്മ മരിച്ചതിൻ്റെ അന്നാണ് നിന്നെ ഞാൻ കാണുന്നത്. ഇപ്പോൾ വീട്ടിൽ നിന്ന് നീ പുറത്തേക്ക് ഇറങ്ങിയോ? നമ്മുടെ ഈ പട്ടണത്തിന്റെ അവസ്ഥ ഉണ്ടല്ലോ, എല്ലാവരോടും രക്ഷപ്പെട്ട് പോകാനാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ കാറിൽ ഒരാൾക്കും കൂടി ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, ഞാനും എൻ്റെ വീട്ടുകാരും പോവുകയാണ്, നീയും ഞങ്ങളോടൊപ്പം വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ അതിന് വലിയ രീതിയിൽ മറുപടിയൊന്നും പറയാതെ അവൾ പെട്ടെന്ന് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരും. എന്നിട്ട് ഡോറും അടച്ച് താൻ എന്തായാലും എവിടേക്കും പോകുന്നില്ല, ഇത് വലിയ പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ അവൾ വീടിനകത്ത് തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ അതേ സമയം ഈ നഗരത്തിന്റെ മറ്റൊരു ഭാഗത്ത് ഒരു ചതുപ്പ് നിലമുണ്ട്. അവിടെയാണെങ്കിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉള്ള സ്ഥലം. അവിടെ ഒരു 3 സഹോദരങ്ങളിൽ നിന്ന് കളിക്കുന്നു, ഡി, റോൺ, വിൽ. ഇപ്പൊ അതിൽ സഹോദരി നേരെ മരത്തിന് മുകളിലേക്ക് കയറിയിരുന്നിട്ട് ഈ സ്ഥലത്താണെങ്കിൽ പാമ്പുകളൊക്കെ അധികമായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പാമ്പുകൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നെല്ലാം അവൾ മുകളിൽ കയറി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. ബാക്കി 2 സഹോദരങ്ങളാണെങ്കിലോ താഴെ ആ ഒരു വെള്ളത്തിൽ ചാടിയിട്ട് അവർ കളിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഒരു കാറിലെ ബില്ലി എന്ന് പറഞ്ഞ ഒരാൾ ഇവിടേക്ക് വരുന്നത്. ഇത് വേറെ ആരുമല്ല, ഇവരുടെ വളർത്തച്ഛനാണ്. എന്നിട്ട് ഇവരോട് പറയും, ഹേയ്, നിങ്ങൾ ഈ സമയത്ത് ഇവിടെ ഇരിക്കാണോ? ഇത്രയും മഴ പെയ്യുന്ന കണ്ടില്ലേ? ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് ആ ഒരു ആശുപത്രി ചെലവ് ഞാൻ തന്നെ നോക്കേണ്ടി വരും. മര്യാദയ്ക്ക് വന്ന് കാറിലേക്ക് കയറ് എന്ന് പറഞ്ഞ് ഇവരെ 3 പേരെ കാറിലേക്ക് കയറ്റുന്നു. ഇത് കേട്ട വില്ലാണെങ്കിലോ ആ മരത്തിന് മുകളിലിരിക്കുന്ന പെണ്ണുണ്ടല്ലോ, അവള് ചോദിക്കും, ഓ പിന്നെ, അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്താ ചെലവ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അയാള്, എന്ത്, നല്ലതുപോലെ കേട്ടില്ല, നീ ഒന്നുകൂടി ഉറച്ചു പറയാൻ പറയുന്നതും അവളൊന്നും മിണ്ടാതെ 3 പേരും വന്ന് കാറിലേക്ക് കയറും. വേറെ ഒന്നല്ല, ഇയാള് ഇവരുടെ യഥാർത്ഥ അച്ഛനല്ല, ഇവർ 3 പേരും അനാഥരായിട്ടുള്ള കുട്ടികളാണ്. ഇപ്പൊ ഇവരെ അയാൾ വളർത്തുന്നത് കൊണ്ട് ഗവൺമെന്റ് അയാൾക്ക് മാസാമാസം നല്ലൊരു പണം കൊടുക്കും. അതുകൊണ്ടാണ് ഇയാൾക്ക് ഈ കുട്ടികളോട് വലിയ സ്നേഹമില്ലാത്തത്. ഇപ്പൊ അതേസമയം മറ്റൊരിടത്ത് കാണിക്കുമ്പോൾ ലിസ എന്ന് പറഞ്ഞിട്ട് വേറൊരു പെണ്ണിനെ കാണിക്കുന്നുണ്ട്. അത് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡി. ഇവിടെയാണെങ്കിൽ വലിയൊരു മീറ്റ് ഫാക്ടറി ഉണ്ട്, അവിടെയാണ് അവൾ ജോലി ചെയ്യുന്നത്. ഇപ്പൊ തന്റെ ജോലിയെല്ലാം കഴിഞ്ഞ ആ ഒരു ഫാക്ടറിയിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് അവൾ തന്റെ കാറിലേക്ക് കയറും. അങ്ങനെ കാർ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും
ഈ ഫാക്ടറിയിൽ നിന്നും ഇവിടുത്തെ വേസ്റ്റ് ഉണ്ടല്ലോ, ഈ രക്തവും മറ്റു കാര്യങ്ങളെല്ലാം എടുക്കാൻ വേണ്ടി വലിയൊരു ട്രക്കും ആ ഒരു ട്രക്കിലെ ഡ്രൈവറും അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ അയാൾ ഈ ഒരു വേസ്റ്റ് എല്ലാം കളക്ട് ചെയ്തിട്ട് ഈ കാർ കാണുമ്പോൾ പെട്ടെന്ന് കാറിനടുത്തേക്ക് ഒന്ന് ലിസയെ കണ്ടിട്ട് ലിസ പ്രഗ്നന്റ് കൂടിയാണെന്ന് അയാൾക്ക് അറിയാം. അതുകൊണ്ട് അവളുടെ വിശേഷങ്ങളെല്ലാം തിരക്കും. അതേപോലെ തന്നെ അവളുടെ ബോയ് ഫ്രണ്ടിനെ പറ്റി ചോദിക്കുമ്പോഴത്തേക്കും അവൾ അതിന് മറുപടിയൊന്നും പറയത്തില്ല. അപ്പോൾ അയാൾ ഓക്കെ സൂക്ഷിച്ചൊക്കെ പോകണം, മഴയും കാറ്റൊക്കെ വരുന്നുണ്ടല്ലോ, പെട്ടെന്ന് വീട്ടിലേക്ക് എത്താൻ നോക്ക് എന്ന് പറഞ്ഞ് അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അങ്ങനെ അവിടെ നിന്ന് അവൾ പോകുമ്പോഴത്തേക്കും അവളുടെ അമ്മയെ വീഡിയോ കോൾ ചെയ്തിട്ടാണ് അവൾ പോകുന്നത്. ഇപ്പോൾ ലിസയെ ന്യൂയോർക്കിൽ നിന്നാണ് ഇവിടേക്ക് വരുന്നത്. അവളുടെ അമ്മയുള്ളത് ന്യൂയോർക്കിലാണ്. അങ്ങനെ ഫോണിൽ സംസാരിക്കുമ്പോൾ ഇവിടുത്തെ ഒരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെപ്പറ്റി അറിഞ്ഞിട്ട് അവളുടെ അമ്മ ഏതെങ്കിലും ഉയരമുള്ള ഒരു ഭാഗത്തേക്ക് നീ പോകാൻ പറയും. അതേപോലെ തന്നെ അവളുടെ കാമുകനെ പറ്റി ചോദിക്കുമ്പോഴത്തേക്കും അവളുടെ അമ്മയ്ക്ക് നല്ല ദേഷ്യമുണ്ട്. കാരണം വേറെ ഒന്നല്ല, ലിസയുടെ കാമുകൻ അവളെ കല്യാണം കഴിക്കാമെന്നും പറഞ്ഞിട്ട് അവൾക്കൊരു കുഞ്ഞിനെയും കൊടുത്ത് അവൻ അവളെ ഉപേക്ഷിച്ചിട്ട് പോയി. അതുകൊണ്ടാണ് അവളുടെ അമ്മയ്ക്ക് നല്ല ദേഷ്യമുള്ളത്. അപ്പോൾ അതിനെപ്പറ്റിയെല്ലാം പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം അവളുടെ അമ്മ പറയും നീ വെള്ളത്തിലാണ് പ്രസവിക്കേണ്ടത്, അതുപോലെയാണ് ഞാൻ നിന്നെ പ്രസവിച്ചെന്നെല്ലാം പറയുമ്പോൾ ഓക്കെ അതെല്ലാം ഞാൻ നോക്കിക്കോളാം, ഇവിടെ നല്ല മഴയുണ്ട്, അവിടെ എങ്ങനെയുണ്ട്, മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവളുടെ അമ്മ പറയും ഇവിടെ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല, നീയും സേഫായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി ഇരിക്കാൻ നോക്ക് എന്ന് പറയുമ്പോൾ ലിസ പറയും ഇല്ലമ്മ അതിനെനിക്ക് എന്തായാലും ഇപ്പോൾ സമയമില്ല, കാരണം എൻ്റെ ബോസ് എനിക്കൊരു ജോലി തന്നിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും പോയിക്കോളാം. അതേസമയം മറ്റൊരിടത്ത് ഡെയ്ൽ എന്ന് പറഞ്ഞൊരു മൊട്ടത്തനെ കാണിക്കുന്നുണ്ട്. ഇത് വേറെ ആരുമല്ല, നമ്മുടെ ഡെക്കോട്ട ഹീറോയിൻ ഉണ്ടല്ലോ, അവളുടെ അങ്കിളാണ്. അവനൊരു മറൈൻ ബയോളജിസ്റ്റ് ആണ്. ഇപ്പൊ ഈ ന്യൂസും കാര്യങ്ങളെല്ലാം അയാളും കേട്ടിരുന്നു. അങ്ങനെ അയാളും അയാളോടൊപ്പം വർക്ക് ചെയ്യുന്ന വേറൊരാളും കരയിൽ നിൽക്കുമ്പോൾ ഈ അങ്കിളിനോട് അയാൾ ചോദിക്കുന്നുണ്ട് ഈ ഒരു ചുഴലിക്കാറ്റിനെ പറ്റി നിങ്ങൾ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ആ അങ്കിൾ പറയും ഇത് ഇത്തിരി സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്, കാരണം സൗത്ത് ഓഫ് ബെർമുഡയിലുള്ള കടലിനടിയിലെ വസിക്കുന്ന ആ ഒരു ജീവിവർഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ചുഴലിക്കാറ്റ് കാരണം മറ്റൊരു വശത്തേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് എന്തോ ഒരു വലിയ കാര്യം ഇവിടേക്ക് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന അയാൾ ചോദിക്കും അങ്ങനെയാണെങ്കിൽ അവിടെ ഒരുപാട് സ്രാവുകളുണ്ടല്ലോ, അതിനെല്ലാം നിങ്ങൾ ടാഗ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ അങ്കിൾ പറയും എല്ലാത്തിനെയും ടാഗ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല, എന്നാലും ചിലതിനെല്ലാം ഞങ്ങൾ ടാഗ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ റിസർച്ചിന്റെ ഭാഗമായിട്ട് ഷാർക്കുകളുടെ എല്ലാം ദേഹത്ത് ഓരോ ടാഗ് വെച്ചേക്കും, അതിന്റെ ജീവിത രീതികളെല്ലാം നിരീക്ഷിക്കാൻ വേണ്ടി. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം സംസാരിക്കുമ്പോഴത്തേക്കാണ് ഇവിടെയുള്ള വേറൊരാള് അവരുടെ അടുത്തേക്ക് വന്നിട്ട് എന്തോ ഒരു മാപ്പ് ഇവർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഇത് വേറെ ഒന്നുമല്ല, ആ ഒരു ചുഴലിക്കാറ്റ് വരുന്ന അതിന്റെ ഇപ്പോഴത്തെ വേഗത, അതിന്റെ വലിപ്പം എത്രയാണ്, ഇതെല്ലാം മനസ്സിലാക്കുന്ന കാര്യമാണത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് എന്താണ്, ആ ഒരു ചുഴലിക്കാറ്റിന്റെ കാറ്റഗറി 2 ആണെന്നാണ്. പക്ഷെ അത് സാധാരണ 5 വരെയാണ് എത്താറുള്ളത്. ഇപ്പോൾ അതിന്റെ കാറ്റഗറി 6ലാണ് നിൽക്കുന്നതെന്ന് പറയുന്നതും അത്രത്തോളം ആ ഒരു ചുഴലിക്കാറ്റ് വലുതായിട്ടുണ്ട്. അതുകൊണ്ട് അങ്കിള് പെട്ടെന്ന് ഹീറോയിനെ വിളിക്കും. ഹീറോയിനെ വിളിച്ചിട്ട് നീ ഇപ്പോഴും അവിടെ തന്നെയാണോ ഉള്ളത്, അതോ അവിടെ വിട്ട് പോകാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാന്ന് പറയുമ്പോൾ അങ്കിള് പറയും ഇല്ല മോളെ അങ്ങനെയല്ല, ആ ഒരു ചുഴലിക്കാറ്റിന്റെ കാറ്റഗറി 6ലാണ് ഇപ്പോൾ നിൽക്കുന്നത്, അത് അത്രയും വലുതാണ്. അതുകൊണ്ട് നീ ഇപ്പോൾ താമസിക്കുന്ന ആനിവൽ എന്ന് പറഞ്ഞ ആ ഒരു പട്ടണത്തിലെ നല്ലതുപോലെ വെള്ളം കയറാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവിടെ നിൽക്കുന്നതിനെക്കാട്ടി നല്ലത് മറ്റൊരിടത്തേക്ക് മാറുന്നതായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നീ അവിടെ നിന്ന് നീന്തി രക്ഷപ്പെടേണ്ടി വരും എന്നെല്ലാം തമാശയിൽ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും ഓക്കെ അങ്ങനെയാണെങ്കിൽ അതൊന്ന് നോക്കാലോ എന്ന് അവളും തമാശയായിട്ട് പറയാണ്. എന്താന്ന് വെച്ചാൽ അവൾ പറയുന്നത് ഈ ന്യൂസ് ചാനലുകളെല്ലാം നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി വെറുതെ ചെറിയ കാര്യം വലുതാക്കി പറയും. ഇപ്പൊ ഇതിനകം തന്നെ നമുക്ക് ഒരുപാട് വാണിങ്ങൾ കിട്ടി, പക്ഷെ ഇതുവരെ അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ വലിയ രീതിയിൽ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നില്ല, എല്ലാം നോർമൽ ആവുമെന്നെല്ലാം പറയുമ്പോഴത്തേക്കും അവളുടെ അവസ്ഥ എന്താണെന്ന് ഈ അങ്കിളിന് അറിയാം. അതുകൊണ്ട് ആ ഒരു അങ്കിൾ പറയുന്നുണ്ട് മോളെ നിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയാം, നീ അതിൽ നിന്നെല്ലാം പുറത്തേക്ക് വരണം, നിന്റെ അമ്മ മരിച്ചതിന് ശേഷം ഇതുപോലെ വീടിനകത്ത് കയറിയിരുന്ന് നിന്റെ ജീവിതം അതിനുള്ളിലാക്കരുത് എന്നെല്ലാം അവളെ അഡ്വൈസ് ചെയ്യുമ്പോഴത്തേക്കും അവൾ തിരിച്ച് ആ ഒരു അങ്കിളിനെ കളിയാക്കുകയാണ്. അങ്ങനെ തമാശയെല്ലാം പറഞ്ഞിട്ട് രണ്ടുപേരും ഫോണങ്ങ് കട്ട് ചെയ്യുന്നു. ഇപ്പൊ ഇത്രയും പറഞ്ഞ ഹീറോയിൻ ഇവിടെ ഇരുന്നു, വെള്ളം കയറുമ്പോഴേ പഠിക്കത്തുള്ളൂ, എന്താണെന്ന് നോക്കാം. അതേസമയം ബില്ലി എന്ന് പറഞ്ഞിട്ട് അയാളുണ്ടല്ലോ, നമ്മുടെ ഡി റോൺ വിൽ, ഇവരെ 3 പേരെയും കൂട്ടിയിട്ട് കാറിലെ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ കൊണ്ടുപോകുന്ന വഴിക്കാണ് റോൺ വെളിയിലേക്ക് നോക്കുമ്പോൾ ഈ പട്ടണത്തിലുള്ള പലരും സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പലരും രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അതുപോലെ റേഡിയോയിലും ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ട് ഇവർ 3 പേരും ബില്ലിയോട് ചോദിക്കും അല്ല നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകേണ്ടത് ചോദിക്കുമ്പോൾ ബില്ലി പറയും നിങ്ങൾ ഇതൊന്നും കേട്ട് പേടിക്കണ്ട, ന്യൂസുകാരി ഇതുപോലെ പല കാര്യങ്ങളും പറയും നമ്മളെല്ലാവരും പേടിപ്പിക്കാൻ വേണ്ടി. അതേപോലെ നമ്മുടെ വീട് നിങ്ങൾക്കറിയാലോ, അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് നമുക്കൊരു കുഴപ്പവും സംഭവിക്കത്തില്ല, കാരണം ഇവരുടെ വീട് അത്യാവശ്യം മുകളിൽ ഇത്തിരി ഉയരമുള്ളൊരു ഭാഗത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വെറുതെ ചെലവുകളെല്ലാം ആക്കിയിട്ട് ഇവിടം വിട്ട് പോകേണ്ട ആവശ്യമില്ല. ഇതിനു മുന്നേ പലതവണ ഇതുപോലെ കാറ്റും മഴയെല്ലാം വന്നിട്ടുണ്ട്, അന്നൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നെല്ലാം പറഞ്ഞ്
അതിനൊന്നും വലിയ ശ്രദ്ധ കൊടുക്കാതെ അയാള് അലക്ഷ്യമായിട്ടാണ് ഇവരെ കെയർ ചെയ്യുന്നത്. അങ്ങനെ അവരെയും കൊണ്ട് വീട്ടിലേക്ക് പോകുന്നതും ഇവിടെ ഹീറോയിന്റെ വീട്ടിൽ കാണിക്കുമ്പോൾ ഈ ന്യൂസിൽ ഇപ്പോഴും ആ ഒരു ചുഴലിക്കാറ്റ് അത്രയും വലുതായിട്ട് വരുന്നുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഹീറോയിനാണെങ്കിലോ അവളുടെ ഫോൺ എടുത്ത് വെച്ച് അവളുടെ അമ്മയുമായിട്ടുള്ള ഫോട്ടോയും കാര്യങ്ങളെല്ലാം എടുത്ത് നോക്കി അവൾ അങ്ങനെ തന്നെ വീട്ടിലിരിക്കുന്നു. അങ്ങനെ ബില്ലിയുടെ വീട്ടിൽ കാണിക്കുമ്പോൾ ഈ 3 കുട്ടികളും വീടിനകത്തേക്ക് വന്നിട്ട് ബില്ലിയുടെ വീടിന് ചുറ്റുമായിട്ടും ജനാലയ്ക്ക് പകരം ഈ ഗ്ലാസ് ഉണ്ടല്ലോ അതാണ് ഇട്ടേക്കുന്നത്. അപ്പൊ ഈ കുട്ടികൾ ഈ ഗ്ലാസ്സിൽ നോക്കിയിട്ടാണ് പറയുന്നത്, അല്ല ഈ വെള്ളം വന്നു കഴിഞ്ഞാൽ ഈ ഗ്ലാസ് പൊട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, നിങ്ങൾ വരെ ഇങ്ങനെ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഗ്ലാസ് ഇവിടെ ഇട്ട് ഞാൻ എത്രത്തോളം ചിന്തിച്ചിട്ടായിരിക്കും ഇത് ചെയ്തിട്ടുള്ളത്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി എത്ര വെള്ളം വന്നാലും ഈ ഗ്ലാസ് ഒന്നും പൊട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും പുറത്തേക്ക് പോകാതെ വീടിനകത്ത് തന്നെ ഇരുന്നാൽ മതിയെന്നും പറഞ്ഞ് അയാളിപ്പോൾ ഈ വീടിന്റെ ബേസ്മെന്റ് ഉണ്ട് അതിനകത്തേക്ക് നടന്നു പോകുന്നു. അങ്ങനെ താഴേക്ക് വരുമ്പോൾ അയാളുടെ ഭാര്യ റേച്ചല് താഴെ നിൽക്കാണ്. ഇപ്പൊ ആ ഒരു ഭാര്യയുടെ അടുത്തേക്ക് വന്നിട്ട് 3 എണ്ണത്തിനെ കഷ്ടപ്പെട്ടാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇത് കാരണം ഇപ്പൊ നമുക്കും കൂടി ബുദ്ധിമുട്ടാണല്ലോ, ഇതിനെല്ലാം നോക്കുകയും വേണം എന്നെല്ലാം പറയുമ്പോഴത്തേക്ക് അവളുടെ ഭാര്യ ഒരു ചെക്ക് എടുത്ത് കാണിച്ചിട്ട്, ദേ ഇവരെ 3 പേരെ നോക്കുന്നത് കൊണ്ടല്ലേ ഗവൺമെന്റ് നമുക്ക് ഇത്രയും പണം തരുന്നത്. ഈ പണം കിട്ടിയിട്ട് നമ്മൾ അത് വെച്ചിട്ട് അവരെയാണോ നോക്കുന്നത്? ഒരിക്കലുമല്ല, നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്നു, അതുപോലെ നമുക്ക് എന്നെല്ലാം പറഞ്ഞ് ഇവര് നിൽക്കുന്നത്. ആഹാ, ഇത്ര അഹങ്കാരം പിടിച്ച് ഈ 2 എണ്ണമാണോ പാവ ഈ കുട്ടികളെ നോക്കുന്നത്? അപ്പോഴാണ് വില്ല് പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വരുന്നത്. ഇത് കണ്ട് ഇവര് 2 പേരും, അതിൽ റേച്ചല്, ഏയ് ചോദിച്ചും പറഞ്ഞും താഴേക്ക് ഇറങ്ങി വന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ അവള് പറയും, ഇല്ല ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കഴിക്കാൻ തരാൻ പറയുമ്പോൾ വില്ല് താഴേക്ക് വരുമ്പോൾ തന്നെ കണ്ടിരുന്നു ഈ ഫ്രിഡ്ജിനുള്ളിൽ മാംസം മറ്റു കാര്യങ്ങള് ജ്യൂസ് ഇങ്ങനെ പലതും ഉണ്ട്. പക്ഷെ റേച്ചലാണെങ്കിലോ പെട്ടെന്ന് ആ ഒരു ഫ്രിഡ്ജ് അടച്ചിട്ട്, ദേ ഇത് കൊണ്ടുപോയി കഴിച്ചോന്നും പറഞ്ഞ് ആ ഒരു ബ്രെഡ് എടുത്തു കൊടുക്കും. ഇതൊക്കെ മതി, ഇതൊക്കെ കഴിച്ചാൽ മതി എന്നും പറഞ്ഞ് അവളെ മുകളിലേക്ക് പറഞ്ഞു വിടുന്നു. അങ്ങനെ മുകളിലേക്ക് വരുമ്പോൾ ബില്ലി ഒന്നുകൂടി താഴേക്ക് നോക്കുന്നുണ്ട്. ഈ ഫ്രിഡ്ജിനടുത്തായിട്ട് തന്നെ തോക്കും മറ്റു കാര്യങ്ങളൊക്കെ ഇവർ വെച്ചിട്ടുണ്ട്. അതേസമയം ഇവിടെ ആ ഒരു അങ്കിളിനെ കാണിക്കുമ്പോൾ ഈ അങ്കിളിന്റെ അടുത്തേക്ക് അയാൾ ബോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കാണ് 2 റിപ്പോർട്ടർമാർ അവിടേക്ക് വരുന്നു. അവര് 2 പേരും വന്നിട്ട്, സാർ ഈ ഷാർക്കിന്റെ അറ്റാക്കിനെ പറ്റി നിങ്ങൾ എന്തെങ്കിലും കേട്ടോ എന്ന് ചോദിക്കുമ്പോൾ, എന്ത് ഷാർക്കിന്റെ അറ്റാക്കോ? അതെ, ഇവിടെ അടുത്തായിട്ടുള്ള ഒരു ബീച്ചിൽ ഒരു ഷാർക്ക് അറ്റാക്ക് നടന്നു, അതും ഒരു ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക്. അതും 2 എണ്ണം ഉണ്ടായിരുന്നെന്ന് പറയുമ്പോഴത്തേക്കും ഈ അങ്കിള് പറയും, ഇല്ല ഒരിക്കലും അത് വൈറ്റ് ഷാർക്ക് ആയിരിക്കത്തില്ല, കാരണം ഈ ഒരു ഗ്രേറ്റ് വൈറ്റ് ഷാർക്കുകൾ കൂട്ടത്തോടെ വന്ന് ഒരിക്കലും അറ്റാക്ക് ചെയ്യത്തില്ല, അത് ബുൾ ഷാർക്കുകളായിരിക്കും എന്ന് അയാൾക്കറിയുന്ന കാര്യം ഈ റിപ്പോർട്ടറിനോട് പറയുമ്പോൾ റിപ്പോർട്ടർ അതേ കാര്യം തന്നെ ടിവിയിലും പറയാണ്. അതേസമയം കടലിലെ ആ ഒരു വലിയ തിരമാലകൾ ഈ കരയിലേക്ക് വെള്ളം കയറാതിരിക്കാൻ വേണ്ടി കടൽ ഭിത്തികൾ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്, അതിലേക്ക് വന്ന് ആഞ്ഞടിക്കുന്നു. ഇപ്പൊ അതേസമയം ലിസ എന്ന് പറഞ്ഞ ആ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള പെണ്ണുണ്ടല്ലോ, അവളെ കാണിക്കുമ്പോൾ അവൾക്കിപ്പോൾ വീട്ടിലേക്ക് പെട്ടെന്ന് പോകാൻ കഴിയത്തില്ല. അതുകൊണ്ട് അടുത്തുള്ള ഏതെങ്കിലും ഒരു ഷോപ്പിൽ അഭയം തേടാന്ന് വിചാരിച്ചിട്ട് അവൾ ഈ ഒരു ഷോപ്പിനടുത്തേക്ക് വന്ന് തട്ടി നോക്കുമ്പോഴത്തേക്കും അവരെല്ലാവരും നേരത്തെ തന്നെ ഷോപ്പിൽ അടച്ചിട്ട് പോയിരുന്നു. അതുകൊണ്ട് അവൾ വീണ്ടും തിരിച്ച് തന്റെ കാറിലേക്ക് വന്നിരുന്നു അവളുടെ അമ്മയോട് വീഡിയോ കോളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോഴാണെങ്കിലോ റേഞ്ച് കട്ടായിട്ട് ആ കോൾ അങ്ങ് കട്ടായി പോയി. അതുമല്ല വെളിയിലാണെങ്കിലോ നല്ല ശക്തിയിൽ കാറ്റടിക്കുന്നു. ഇതേ സമയം ഹീറോയിന്റെ വീട്ടിൽ കാണിക്കുമ്പോൾ അവളും TV കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇതുപോലെ ആനീവൽ എന്ന് പറഞ്ഞ ഈ ഒരു പട്ടണത്തിൽ നിന്നും പലരും ഇപ്പോഴും രക്ഷപ്പെട്ട് പോയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ പേര് കൃത്യമായിട്ട് എഴുതിയിടുക, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും ഞങ്ങൾക്കത് കണ്ടുപിടിക്കാൻ കഴിയത്തുള്ളൂ എന്നെല്ലാം ഒരു ഡെത്ത് വാണിംഗ് പോലെ ഈ TV ന്യൂസിലൂടെ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് ഹീറോയും ഭയങ്കര നിസ്സാരമായിട്ടാണ് ഇതെല്ലാം കേട്ടിരിക്കുന്നത്. ഇപ്പോൾ പെട്ടെന്ന് കറണ്ട് കൂടി കട്ടാവുന്നു. മതിയായല്ലോ. അതേസമയം ആ കടൽ ഭിത്തികളിൽ കാണിക്കുമ്പോൾ ഇപ്പൊ ആ ഒരു കടൽ ഭിത്തിയെല്ലാം തകർന്നിട്ട് കടലിലെ വെള്ളം കരയിലേക്ക് കയറാണ്. അതും ഭയങ്കരമായിട്ടുള്ളൊരു സുനാമി പോലെ. ഇപ്പൊ ആ ഒരു വെള്ളം മുഴുവനായിട്ടും ഈ പട്ടണത്തിനുള്ളിലേക്ക് കയറുകയാണ്. പക്ഷേ ഇതുവരെയും കുറച്ച് ദൂരെയായിട്ട് നിൽക്കുന്ന ആരും ഇത് അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ലിസയെ കാണിക്കുമ്പോൾ എന്തായാലും ഈ ഒരു പട്ടണം വിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോവാന്ന് വിചാരിച്ച് അങ്ങനെ അവള് കാർ ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കാണ് ആ ഒരു ട്രക്ക് ഡ്രൈവർ എതിർ ദിശയിൽ നിന്ന് വരികയാണ്. അയാൾ പെട്ടെന്ന് ലിസയെ അവിടെ തടഞ്ഞു നിർത്തിയിട്ട് ലിസയോട് പറയും, ലിസ അങ്ങോട്ട് പോകാൻ കഴിയത്തില്ല, കാരണം നല്ല കാറ്റടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ റോഡിൽ ഒരു മരം മറിഞ്ഞു വീണ് കിടക്കാണ്. ഇപ്പൊ പോകണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഉയരമുള്ള ഭാഗത്തേക്ക് പോകണം, നീ എന്നെ ഫോളോ ചെയ്തു വാ എന്ന് പറയുന്നതും അവള് വണ്ടി തിരിക്കാനായിട്ട് നിൽക്കുമ്പോൾ ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്ക് ആ ഒരു വെള്ളം നല്ല വേഗതയിൽ ഈ പട്ടണത്തെ പൂർണ്ണമായിട്ട് മൂടി വരികയാണ്. അപ്പോഴേക്കാണ് ആ ഒരു ട്രക്ക് ഡ്രൈവർ തന്റെ വണ്ടിയിൽ നിന്ന് ഈ ഒരു കാര്യം കാണുന്നു. ലിസയും അവളുടെ കാറിന്റെ ആ ഒരു കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ വെള്ളം ഇവരുടെ അടുത്തേക്ക് എത്താറായി. അടുത്തുള്ള കാറുകളും എല്ലാം ഇടിച്ചു തെറിപ്പിച്ച് വെള്ളം വരുമ്പോൾ ആ ഒരു ഡ്രൈവർ പറയും, ലിസ പെട്ടെന്ന് പോവും, ആ മരം ഇടിച്ചു മാറ്റിയിട്ട് അപ്പുറത്തേക്ക് പോകുന്നു പറയുന്നതും ഇപ്പോൾ ലിസയാണെങ്കിലോ എന്തെങ്കിലും ചെയ്തേ മതിയാവത്തുള്ളൂ. അതുകൊണ്ട് ലിസ പെട്ടെന്ന് വണ്ടി നല്ല വേഗതയിൽ ഓടിച്ചിട്ട് ആ ഒരു മരത്തിലേക്ക് ഇടിച്ച് കയറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കഴിയുന്നില്ല, കാറ് അവിടെ കുടുങ്ങിപ്പോയി.
അതേസമയം ട്രക്ക് ഡ്രൈവർ ആണെങ്കിലോ കുറച്ച് ദൂരെയായിട്ട് വലതുവശത്തേക്ക് ഉയരമുള്ളൊരു വഴിയുണ്ട്, അതിലേ കയറി പോവാം എന്ന് പ്ലാൻ ചെയ്ത് അയാളും വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് നല്ല വേഗതയിൽ ഓടിച്ചു വരും. എന്നിട്ട് ആ ഒരു വഴി എത്തുമ്പോഴത്തേക്കും വണ്ടി തിരിയാൻ ശ്രമിക്കുന്നതും അതിന് മുന്നേ തന്നെ ഈ വെള്ളം വന്നിട്ട് ഈ ഒരു ട്രക്ക് ഉണ്ടല്ലോ അത് പൂർണ്ണമായിട്ടും ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ടങ്ങ് പോകുന്നു. ആ ട്രക്ക് ഉൾപ്പെടെ ആ പട്ടണത്തിനുള്ളിലേക്ക് കൊണ്ടുപോവാണ്. ഇതേ സമയം ഹീറോയിന്റെ വീട്ടിൽ കാണിക്കുമ്പോൾ അവള് വീടിനകത്ത് നിന്നിട്ട് വെളിയിലേക്ക് നോക്കുമ്പോഴാണ് ഈ വെള്ളം ദൂരെ നിന്നും വരുന്നത് അവളും കാണുന്നത്. വല്ല കാര്യം ഉണ്ടായിരുന്നോ കണ്ണും തള്ളി നോക്കി നിന്നിട്ട് ഇത്രയും നേരമായിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടും അവൾ അത് കേട്ടില്ല. ഇപ്പോ രക്ഷപ്പെട്ട് ഓടാൻ നോക്കുന്നു. അങ്ങനെ ഹീറോയിൻ താഴത്തെ നിലയിൽ നിന്നും പെട്ടെന്ന് ഓടി മുകളിലത്തെ നിലയിലേക്ക് കയറി നിൽക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ താഴത്തെ നില മുഴുവനായിട്ടും വെള്ളം കയറിയിട്ടുണ്ട്. അതേസമയം ആ ഒരു 3 സഹോദരങ്ങള് അവരവരുടെ വീട്ടിൽ നിൽക്കുമ്പോഴാണ് വീടിന് വെളിയിലൂടെ വെള്ളം നല്ല രീതിയിൽ ഒലിച്ചു പോകുന്നുണ്ട്. ജനാലുണ്ടല്ലോ കണ്ണാടി വെച്ച് നിർമ്മിച്ച, അതിനടുത്തൂടെയും വെള്ളം നിറഞ്ഞു പോകുമ്പോൾ ഈ കുട്ടികൾ പറയുന്നുണ്ട്, ബില്ലി നമുക്ക് രക്ഷപ്പെട്ടു പോണ്ടേ, വെള്ളം ഇത്രയായെന്ന് പറയുമ്പോൾ ഏയ് നിങ്ങൾ പേടിക്കണ്ട, ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് അയാൾ വലിയ അഹങ്കാരത്തോടെ ആ സോഫയിൽ ഇരിക്കുന്നതും ഇത്രയും വെള്ളത്തിനെ താങ്ങാനൊന്നും ആ ഒരു ഗ്ലാസിനെ കൊണ്ട് കഴിയത്തില്ല. ഇപ്പൊ അത് പൊട്ടിയിട്ട് വെള്ളം മുഴുവനായിട്ടും വീടിനകത്തേക്ക് കയറുന്നു. പക്ഷെ വലിയ രീതിയിൽ കുഴപ്പമില്ല. ഇപ്പോൾ വീടിനകത്തേക്ക് വെള്ളം പതിയെ പതിയെ കയറിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതേസമയം ഇവിടെ നമ്മുടെ ലിസയെ കാണിക്കുമ്പോൾ അവളുടെ വണ്ടി നല്ല ഒഴുക്കിൽ പോവാണല്ലോ, അവൾക്കാണെങ്കിൽ കൺട്രോൾ ചെയ്യാനും കഴിയുന്നില്ല. ഇപ്പോൾ ഒഴുകി അവസാനം ഈ ഒരു വണ്ടി അങ്ങനെ ഒഴുകി പോകുമ്പോൾ ലിസ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പലരോടും പറയുന്നുണ്ട്. പക്ഷെ ആര് കേൾക്കാനായിട്ട്. അവസാനം ഈ കാറ് ഒഴുകി വന്നിട്ട് ഒരു നീളമുള്ള മരത്തിന്റെ കമ്പുണ്ട്, അതിലേക്ക് ഇടിച്ച് കയറുന്നതും ജസ്റ്റ് മിസ്. അവളെന്താ രക്ഷപ്പെട്ടു. അതുമല്ല അവൾക്കിപ്പോൾ വെളിയിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത രീതിയിൽ ആ മരക്കമ്പ് അവളുടെ വയറിനടുത്തായിട്ട് ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് അവൾക്ക് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങാനും കഴിയത്തില്ല. അതും വെള്ളവും പതിയെ പതിയെ കയറിക്കൊണ്ടേയിരിക്കുന്നു. അതേസമയം ആ ഒരു ട്രക്കിനെ കാണിക്കുമ്പോൾ ഈ ട്രക്ക് ഒഴുകി വന്നിട്ട് ഈ നഗരത്തിന്റെ മധ്യഭാഗത്തായിട്ട് വലിയൊരു ശില്പമുണ്ട്. അതിന്റെ വാള് പോലെയുള്ള ഭാഗം അവിടേക്ക് ഈ ഒരു ട്രക്കിന്റെ ആ വലിയ ടാങ്ക് ഉണ്ടല്ലോ അത് വന്ന് കുത്തിക്കീറിയിട്ട് ഈ ട്രക്ക് രണ്ടായിട്ടങ്ങ് മുറിയും. അങ്ങനെ മുറിയുമ്പോഴത്തേക്ക് എന്താണ് ആ ടാങ്കിനുള്ളിൽ നിറയെ ആ ഒരു മീറ്റ് ഫാക്ടറിയിൽ നിന്ന് കൊണ്ടുവന്ന വേസ്റ്റ് ഉണ്ടല്ലോ, രക്തം, അതായിരുന്നു. ഇപ്പൊ അത് മുഴുവനായിട്ടും ഈ ഒരു വെള്ളത്തിൽ മിക്സ് ആവുന്നതും ടൺ കണക്കിന് രക്തമായിരുന്നല്ലോ ആ ഒരു ടാങ്കിലുള്ളത്. അത് ഈ ഒരു പട്ടണത്തിൽ എവിടെയൊക്കെ വെള്ളമുണ്ടോ അവിടെയെല്ലാം ഈ ഒരു രക്തം നല്ലതുപോലെ പടർന്നു പിടിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു രക്തക്കറയാണെങ്കിലോ അതേപോലെ തന്നെ കടലിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ എന്താണ് പ്രശ്നമെന്ന് വെച്ചാല് ഈ രക്തത്തിന്റെ മണം പിടിച്ച് സ്രാവുകൾ ഇനി കരയിലേക്ക് കയറാൻ പോവാണ്. അങ്ങനെ ഇവിടെ അവസ്ഥ വളരെ മോശമായിട്ട് പോകുമ്പോഴത്തേക്കും ഇപ്പൊ ഈ ഒരു പട്ടണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന 2 പേര് അവരുടെ ചെറിയ ബോട്ടില് അവരങ്ങനെ തുഴഞ്ഞു പോകുമ്പോൾ ലിസ ഉണ്ടല്ലോ അവള് രക്ഷിക്കാൻ വേണ്ടി കരഞ്ഞു വിളിക്കുന്ന ആ ഒരു ശബ്ദം ഇവര് 2 പേരും കേൾക്കും. ഹേയ്, ആരോ ഒരാൾ പെട്ടുപോയിട്ടുണ്ട്, ആ ശബ്ദം കേൾക്കുന്നുണ്ട്, ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അതിലൊരു താടിക്കാരൻ പെട്ടെന്ന് വെള്ളത്തിലേക്ക് ചാടിയിട്ട് ഈ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് നമ്മുടെ ലിസയുള്ള ആ ഒരു ഭാഗത്തേക്ക് ഒന്ന് നോക്കും. അപ്പോൾ ലിസ കാറിനകത്ത് ഇതുപോലെ പെട്ടുകിടക്കുന്നത് കണ്ടിട്ട് കാര്യം ചോദിക്കുമ്പോഴത്തേക്കും ഇതുപോലെ ലിസ പറയും, ഡോർ തുറന്നൊരിക്കലും പുറത്തിറങ്ങാൻ കഴിയത്തില്ല, ഞാൻ പെട്ടിരിക്കുകയാണ്, പ്ലീസ് എന്നെ വിട്ട് പോകരുത്, വെള്ളവും കയറിക്കൊണ്ടിരിക്കുന്നു, എന്നെ നിങ്ങൾ രക്ഷപ്പെടുത്തണമെന്നെല്ലാം പറയുമ്പോഴത്തേക്കും അയാൾ പറയും, ഇല്ല പേടിക്കണ്ട, ഞാൻ എന്തായാലും നിങ്ങളെ കണ്ടല്ലോ, നിങ്ങളെ വിട്ട് ഞാൻ എവിടേക്കും പോകത്തില്ല, നിങ്ങളെ രക്ഷപ്പെടുത്താം, ആദ്യം എനിക്ക് വേണ്ടത് ഒരു കട്ടറാണ് എന്ന് പറഞ്ഞ് അവന്റെ കൂടെയുള്ള ആ ഒരു ബോട്ടിലിരിക്കുന്ന അയാളോട് ഇവരുടെ വണ്ടിയിൽ നിന്ന് ഒരു കട്ടർ എടുത്തുകൊണ്ട് വരാൻ പറയും. അങ്ങനെ ആ ഒരു മുട്ട ഇത് കേട്ടിട്ട് അവരുടെ വണ്ടിയിൽ നിന്ന് ഒരു കട്ടറും എടുത്ത് പതിയെ വണ്ടിയിൽ നിന്ന് ചാടി വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് നടന്നു വരികയാണ്. അങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവനെ വെള്ളത്തിനടിയിലേക്ക് എന്തോ ഒരു കാര്യം വലിച്ചെടുത്തോണ്ട് പോകുന്നു. ഇപ്പൊ ഈ താടിക്കാരൻ ഇത് കണ്ടിട്ട് അവൻ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ലിസയോട് പറയും, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ നീന്തി മുന്നിലേക്ക് വരുമ്പോൾ ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയിൻ അവളുടെ വീടിന് മുകളിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഈ താടിക്കാരൻ മുന്നിലേക്ക് വരുമ്പോൾ ആ മുട്ടത്തലയൻ വീണ്ടും മുകളിലേക്ക് പൊങ്ങി വരുന്നു. ഇത്തവണ കാണിക്കുമ്പോൾ അവന്റെ കൈ ഇല്ല. എന്താന്ന് വെച്ചാല് ആ സ്രാവുകൾ പട്ടണത്തിലേക്ക് കയറിയിട്ടുണ്ട്. ആഹാ, ഇത് ഭയങ്കര പ്രശ്നമാവും. ഇതെല്ലാം കണ്ട ഹീറോയിൻ ആണെങ്കിലോ ആ താടിക്കാരനോട് വെള്ളത്തിലിടക്കുന്ന ആ ഒരു സ്രാവിനെ കണ്ടിട്ട് അവിടെ സ്രാവുണ്ട് എന്നിങ്ങനെ വിളിച്ച് പറയുമ്പോഴത്തേക്കും ഇത്രയും മഴയും കാറ്റൊക്കെ ആയതുകൊണ്ട് ഹീറോയി പറയുന്നത് അവർക്കാർക്കും കേൾക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഈ താടിക്കാരൻ ഇത് കണ്ടിട്ട് തന്റെ ഫ്രണ്ടിനടുത്തേക്ക് അങ്ങനെ നീന്തി പോകുമ്പോഴത്തേക്കും ഈ ട്രക്കിനകത്തുണ്ടായിരുന്ന ട്രക്ക് ഡ്രൈവർ ഉണ്ടല്ലോ അയാൾ കുറെ നേരം മയങ്ങിക്കിടക്കുമായിരുന്നു. ഇപ്പോൾ മയക്കം തെളിഞ്ഞ് ലിസ കരയുന്ന ആ ഒരു ശബ്ദം കേട്ടിട്ട് ലിസ പേടിക്കണ്ട, ഞാനിപ്പോ വരാന്ന് പറഞ്ഞ് അവൻ ആ ഒരു ട്രക്കിന്റെ ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അവനെയും ആ ഒരു സ്രാവ് വന്ന് അറ്റാക്ക് ചെയ്ത് കടിച്ചെടുത്തോണ്ട് പോകുന്നു. ഇപ്പൊ കാറിനകത്തിരുന്ന നമ്മുടെ ലിസയാണെങ്കിലോ ഇതെല്ലാം കണ്ട് പേടിച്ച കയറി നോക്കി നിൽക്കുന്നതും അവസാനമായിട്ടുള്ളത് ആ ഒരു താടിക്കാരൻ മാത്രമാണല്ലോ. ഇപ്പോ അതിലൊരു ഷാർക്ക് ആ താടിക്കാരനെയും കടിച്ചെടുത്ത് അവളുടെ കാറിനടുത്തേക്ക് കൊണ്ടുവന്ന് അവളുടെ കൺമുന്നിൽ വെച്ച് തന്നെ ആ ഒരു ഷാർക്ക് ആ താടിക്കാരനെ കൊടൂരമായിട്ട് കടിച്ചു കൊല്ലുന്നു.
അതേസമയം ആ ഒരു അങ്കിളിനെ കാണിക്കുമ്പോൾ അങ്കിള് ആ ഒരു ന്യൂസ് റിപ്പോർട്ടർമാരുണ്ടല്ലോ അവരുടെ വണ്ടിയിലിരുന്നിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ലൈവായിട്ട് കാണുകയാണ്. അങ്ങനെ കാണുമ്പോഴത്തേക്കും ആനി വില്ലേ എന്ന് പറഞ്ഞ ആ ഒരു നഗരം മുഴുവനായിട്ടും വെള്ളത്തിൽ മുങ്ങിയ കാര്യം അയാൾ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ വലിയ കടൽ ഭിത്തികളുണ്ടല്ലോ അത് പൂർണ്ണമായിട്ട് ഇപ്പോഴും തകർന്നിട്ടില്ല. അങ്ങനെ തകർന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഈ പട്ടണം വെള്ളത്തിനടിയിലായി പോകും. അതിനു മുന്നേ നമ്മുടെ ഹീറോയിനെ രക്ഷിക്കണം. അതുകൊണ്ട് ആ ഒരു ന്യൂസ് റിപ്പോർട്ടർമാരുണ്ടല്ലോ അവരുടെ കൂടെ തന്നെ പോകാനായിട്ട് തീരുമാനിക്കും. എന്താണെന്ന് വെച്ചാൽ ഇവരോടൊപ്പം രക്ഷാപ്രവർത്തനത്തിന് വന്നു കഴിഞ്ഞാൽ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ന്യൂസ് ചാനലിലേക്ക് പകർത്തിയെടുക്കാൻ കഴിയും. ഒരു ബ്രേക്കിംഗ് ന്യൂസ് നിങ്ങൾക്കും ആവും എന്ന് പറഞ്ഞ് ഈ വണ്ടിയുടെ പിറകിൽ ഒരു ബോട്ടും വെച്ച് കെട്ടിയിട്ട് ഇവരെല്ലാവരും അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവിടേക്ക് പോവാണ്. ഇപ്പോൾ ഇവരെല്ലാവരും നിൽക്കുന്ന ഈ ഭാഗത്ത് അത്ര രീതിയിൽ വെള്ളമൊന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇവർക്ക് വേറെ കുഴപ്പമില്ലാതെ ഇവർ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. അതേസമയം ഈ 3 സഹോദരങ്ങളുണ്ടല്ലോ അവരുടെ വീട്ടിൽ കാണിക്കുമ്പോൾ ബില്ലിയും അവന്റെ ഭാര്യ റേച്ചലും രണ്ടുപേരും ഷെഡിൽ കിടക്കുന്ന ഒരു ട്രക്കുണ്ട്. കാരണം ഈ ഒരു ട്രക്കിന്റെ സൈലൻസർ വളഞ്ഞ് നേരെ മുകളിലേക്കാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് വെള്ളം കയറത്തില്ല. വെള്ളത്തിലൂടെ ഇവർക്ക് ഓടിച്ച് പോകാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇവര് രണ്ടുപേരും ഷെഡിലേക്ക് വന്ന് അവര് രണ്ടുപേരും ആ ഒരു ട്രക്ക് എടുക്കാനായിട്ട് വരുമ്പോഴത്തേക്കും ഈ കുട്ടികളെ 3 പേരെയും വീടിനകത്താണ് ഇവരാക്കിയിട്ടുള്ളത്. അപ്പോഴാണ് ജനാല ഗ്ലാസ് ആയതുകൊണ്ട് ഇവർക്ക് ഈ വെള്ളത്തിലൂടെ പോകുന്ന പല കാര്യങ്ങളും കാണാൻ കഴിയുമല്ലോ. കാണിക്കുമ്പോൾ ആ ഒരു വലിയ ഷാർക്ക് അങ്ങനെ പോകുന്നത് ഇവർ 3 പേരും കാണും. അത് ഇവർ 3 പേരും കണ്ട് പേടിച്ചിട്ട് അവരോട് വിളിച്ച് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരത് കേൾക്കുന്നില്ല. ഇപ്പൊ അവര് രണ്ടുപേരും ഷെഡിനകത്തേക്ക് കയറിയിട്ട് വണ്ടി എടുക്കാനായിട്ട് വരുമ്പോൾ ബില്ലി ഉണ്ടല്ലോ അയാളുടെ കൈ ഒരു ഷാർക്ക് വന്ന് കടിച്ചെടുത്തോണ്ടങ്ങ് പോകുന്നു. ഇപ്പൊ അയാൾ വേദന കാരണം കരയുമ്പോഴത്തേക്കും പുറകിലൂടെ വന്ന മറ്റൊരു ഷാർക്ക് അയാളുടെ ഭാര്യയെ വലിച്ച് വെളിയിലേക്ക് കൊണ്ടുപോവാണ്. അവരാണെങ്കിലോ ആ ഷെഡിൽ പിടിച്ച് തൂങ്ങിക്കിടക്കുന്നുണ്ടെങ്കിലും രക്ഷയില്ല, അവരെയും വലിച്ചെടുത്ത് കൊണ്ടുപോകുന്നു. അപ്പൊ ഇവര് 3 പേരും ബില്ലിയെ വിളിച്ചിട്ട് ഡാഡി ഞങ്ങളെ വിട്ട് പോരുത് പ്ലീസ്, ഞങ്ങളെ കൂടി കൊണ്ടുപോകാൻ പറയുമ്പോൾ അയാളാണെങ്കിലോ തന്റെ ഭാര്യ പോയ ആ ഒരു വിഷമത്തില് ഈ കുട്ടികളെ വെളിയിലേക്ക് വന്ന് നോക്കിയിട്ട് അയാൾ പിന്നെയും ഒറ്റയ്ക്ക് വണ്ടി എടുത്ത് രക്ഷപ്പെട്ടു പോകാനായിട്ട് ശ്രമിക്കുകയാണ്. ദുഷ്ടൻ. അങ്ങനെ കാറിനടുത്ത് ഈ കയറാനായിട്ട് വരുമ്പോൾ അതിനു മുന്നേ തന്നെ അടുത്ത ഷാർക്ക് വന്ന് അയാളെ കടിച്ചെടുത്ത് അവിടെ നിന്ന് കൊണ്ടുവന്നു. ഈ പങ്ങേർക്ക് അങ്ങനെ തന്നെ വേണം. ഇപ്പോൾ ഇവർക്ക് 3 പേർക്ക് ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. 3 പേരും അങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ ഒരു ജനാലയുടെ മുന്നിലേക്ക് റേച്ചലുണ്ടല്ലോ അവർ വന്നിട്ട് എന്നെ രക്ഷപ്പെടുത്താൻ പറയും. പക്ഷേ അവരെ ഒരു സ്രാവ് കടിച്ചെടുത്തുകൊണ്ട് വരുമായിരുന്നു. എന്നിട്ട് ഇവരുടെ മുന്നിലൂടെ തന്നെ കടിച്ചെടുത്ത് പിന്നെയും കൊണ്ടുപോയി അവരെ കൊല്ലുകയും ചെയ്യുന്നു. അതേസമയം ഇവിടെ നമ്മുടെ ലിസയെ കാണിക്കുമ്പോൾ ലിസ ആ കാറിലിരുന്നിട്ട് വെള്ളം കയറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് ഹീറോയിൻ ആണെങ്കിലോ അവളുടെ വീടിന് മുകളിൽ നിൽക്കുന്നു. അപ്പോൾ ലിസ ഹീറോയിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് പ്ലീസ് എന്നെ രക്ഷപ്പെടുത്ത്, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ പറയുമ്പോൾ ഹീറോയിൻ ആണെങ്കിലോ അവളുടെ ഫോൺ എടുത്തിട്ട് ആരെങ്കിലും സഹായത്തിന് വിളിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ സിഗ്നൽ ഇല്ല. അപ്പോൾ ലിസ പറയും നിങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ വെള്ളം കയറിയിട്ട് ഞാൻ മരിക്കും, പ്ലീസ് അതിനു മുന്നേ എന്നെ രക്ഷിക്കാൻ പറയുമ്പോൾ ഹീറോയിൻ പറയും സോറി എനിക്കൊരിക്കലും അങ്ങോട്ട് വരാൻ കഴിയത്തില്ല, നിങ്ങൾ തന്നെ കണ്ടല്ലോ നിങ്ങളെ രക്ഷിക്കാൻ വന്ന 3 പേരുടെ അവസ്ഥ. അവിടെയെല്ലാം ഷാർക്കുകളുണ്ട്, ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നെയും കൊല്ലും, ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യാന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ലിസയ്ക്ക് അങ്ങനെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും കഴിയത്തില്ല. കാരണം വെള്ളം കൂടിക്കൂടി അവൾ എന്തായാലും അതിനകത്ത് വെച്ച് മരിക്കും. അതുകൊണ്ട് ഹീറോയിനെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ലിസ എന്താ പറയുന്നതെന്ന് വെച്ചാൽ പ്ലീസ് എന്നെ രക്ഷിക്കണം, കാരണം ഞാൻ പ്രഗ്നന്റ് ആണ്, എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത്, എൻ്റെ കുഞ്ഞിൻ്റെ മുഖം എനിക്ക് കാണുമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്നെ രക്ഷിക്കണമെന്ന് പറയുമ്പോൾ ഇത് കേട്ട നമ്മുടെ ഹീറോയിൻ അതിൽ വീണുപോകും. എന്താന്ന് വെച്ചാല് ഹീറോയിൻ്റെ അമ്മയും മരിച്ചുപോയല്ലോ. അതുകൊണ്ട് അതുപോലൊരു കാര്യം ലിസയ്ക്കും ഒരിക്കലും സംഭവിക്കരുത്. ഹീറോയിൻ ഇപ്പോൾ പറയും ഓക്കെ നിങ്ങൾ പേടിക്കണ്ട, ഞാൻ എന്തായാലും അവിടേക്ക് വരാം, നിങ്ങളെ രക്ഷപ്പെടുത്താനായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നും പറഞ്ഞ് ആദ്യം തന്നെ ഹീറോയിൻ നേരെ താഴേക്ക് പോയിട്ട് ഈ കിച്ചൺ ഉണ്ടല്ലോ അവിടെ നിന്നും ഒരു കത്തി എടുക്കുകയാണ്. കാരണം ഈ ഒരു ഷാർക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് തിരിച്ച് മുകളിലേക്ക് വന്ന് ആ ഒരു ജനാല വഴി താഴേക്ക് ഇറങ്ങിയിട്ട് ഓക്കെ ഒരു കുഴപ്പമില്ല, നീ പേടിക്കണ്ടെന്നും പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നത് പെട്ടെന്ന് കാല് തെറ്റിയിട്ട് നേരെ വെള്ളത്തിലേക്ക് വന്ന് വീഴും. പക്ഷെ എന്തോ ജസ്റ്റ് മിസ് അടുത്തൊരു കാർ ഉണ്ടായിരുന്നു, അതിൽ പിടിച്ച് അവള് മുകളിലേക്ക് കയറും. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സ്രാവുകൾക്ക് ചിക്കൻ കാലിന് പകരം മനുഷ്യക്കാല് കിട്ടിയനെ. എന്നിട്ട് അവിടെ നിന്നും എഴുന്നേറ്റ് ഇപ്പോൾ വേറൊരു ഷെഡ് അവിടേക്ക് ഒഴുകി വന്നിരുന്നു. അതിന് മുകളിലേക്ക് ചവിട്ടിയിട്ട് അതിലൂടെ പതിയെ ഇപ്പുറത്തെ വശത്തേക്ക് വന്ന് അവിടെ കമ്പിയുണ്ട് അതിലേക്ക് ചവിട്ടിയിട്ട് അങ്ങനെ നടന്നു പോവാണ്. എന്താന്ന് വെച്ചാല് അവിടെ ഒരു കാരണവശാലും കാല് വെള്ളത്തിനടിയിലേക്ക് ഇടത്തില്ല. കാരണം ആ ഒരു ഷാർക്കുകളുണ്ട്. അതുപോലെ സേഫായിട്ട് നടന്ന് ഈ ഒരു കാറിന് മുകളിലേക്ക് കയറും. ഇപ്പൊ ഈ ഒരു കാറിന് മുകളിലാണെങ്കിലോ ഈ കട്ടിയുള്ള എന്തോ തുണിയായിരുന്നു, അത് ഈ മിനി കൂപ്പർ കാറുകളുടെ മുകളിൽ ഇതുപോലെയാണല്ലോ. അപ്പൊ അത് അവളുടെ കയ്യിലുള്ള ആ ഒരു കത്തി ഉപയോഗിച്ച് വലിച്ച് കീറിയിട്ട് ഇപ്പോൾ ലിസയെ തടഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു മരക്കമ്പുകളുണ്ടല്ലോ അതെല്ലാം മുകളിൽ നിന്ന് തന്നെ വലിച്ചൊടിക്കും. അത് കഴിഞ്ഞ് ലിസയെ വലിച്ച് ഈ കാറിന് മുകളിലേക്ക് കയറ്റുകയാണ്. പിന്നീട് എന്താണ് അവൾ വന്നതുപോലെ തന്നെ നമ്മുടെ ലിസേനെയും കൊണ്ട് സേഫായിട്ട് ആ വീടിനകത്തേക്ക് നമ്മുടെ ലിസയെ കയറ്റും. അങ്ങനെ അകത്തേക്ക് വന്ന ലിസയാണെങ്കിലോ ഹീറോയിനോട് താങ്ക്സ് എല്ലാം പറയും.
ഇപ്പോഴാണ് ഹീറോയിന് കുറച്ച് സമാധാനാവുന്നത്. അതേസമയം നമ്മുടെ അങ്കിളിനെ കാണിക്കുമ്പോൾ ഈ കാറിൽ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ അങ്കിൾ ഒരു കാര്യം പറയുന്നുണ്ട് തന്റെ ടാബിൽ നോക്കിയിട്ട്. എന്തോ ഒരു സിഗ്നൽ പോലെ ഒരു കാര്യം കണ്ടിട്ടാണ് അയാൾ പറയുന്നത്. നെല്ലി അത്ര ദൂരെയൊന്നുമല്ല, ഡെക്കോട്ടയുടെ വീടിനടുത്തായിട്ട് തന്നെയാണ് നെല്ലി ഉള്ളത് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു റിപ്പോർട്ടർ പെട്ടെന്ന് തിരിഞ്ഞിട്ട്, അല്ല നിങ്ങൾ ആരെ പറ്റിയാ സംസാരിക്കുന്നത്, ഈ നെല്ലി ആരാന്ന് ചോദിക്കുമ്പോൾ അതൊരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഗ്രേറ്റ് വൈറ്റ് ഷാർക്കാണെന്ന് പറയും. അതിനെയാണ് ഞങ്ങൾ വർഷങ്ങളായിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഷാർക്ക് ഇപ്പോൾ പട്ടണത്തിനകത്തേക്ക് വന്നിട്ടുണ്ടെന്ന് പറയുന്നതും. ഇതെല്ലാം കേട്ട റിപ്പോർട്ടറിനാണെങ്കിലോ അത്രയും സന്തോഷം. കാരണം ഇവരുടെ ചാനല് ഇനിയിപ്പോൾ ടോപ്പിൽ പോകാൻ പോവാണ്. കാരണം അത്രയും വലിയൊരു ന്യൂസ് ആണല്ലോ ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. അതിന്റെ വിഷ്വൽസും ഇനിയിപ്പോൾ ഇവർക്ക് കിട്ടാൻ പോകുന്നു. ആ സന്തോഷത്തിൽ ആ ഒരു റിപ്പോർട്ടർ ഇരിക്കുന്നു. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇവനെ പിടിച്ചിട്ട് ആ ഷാർക്കിന് ഇട്ടുകൊടുത്തിരുന്നെങ്കിൽ ദുരന്തവും റിപ്പോർട്ടാകാൻ നിൽക്കുന്നു. കൊള്ളാം. അങ്ങനെ ഇവർ കുറച്ച് ദൂരെ എത്തുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ അങ്ങോട്ട് വെള്ളമാണ്. അത് കഴിഞ്ഞിട്ട് ഇവർ ബോട്ടിൽ വേണം അവിടേക്ക് പോകാനായിട്ട്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം ഇവർ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ആ ഒരു 3 സഹോദരങ്ങളുടെ വീട്ടിൽ കാണിക്കുമ്പോൾ അവർ 3 പേരും കിച്ചണിലെ ടേബിളിന് മുകളിൽ കയറിയിരിക്കുകയാണ്. അത്രയും പൊക്കത്തിന് മാത്രമേ വെള്ളം വന്നിട്ടുള്ളൂ. അതുമല്ല ഇവരുടെ വീടിനകത്തേക്ക് കയറാനായിട്ടുള്ള ആ ഒരു ഡോർ ഉണ്ടല്ലോ, അത് തുറന്നു കിടക്കുന്നത് കാണുമ്പോഴത്തേക്കും ഇവർക്ക് എന്തായാലും അറിയാം കുറച്ച് കഴിയുമ്പോൾ എന്തായാലും ഇതിനകത്തേക്ക് ഷാർക്ക് വരുമെന്ന്. അതുകൊണ്ട് വില്ലു പറയും ശരി ഞാൻ പോയിട്ട് ആ ഒരു ഡോർ അടയ്ക്കാമെന്നും പറഞ്ഞ് അവള് ആ കിച്ചന്റെ സൈഡ് വശം ഉണ്ടല്ലോ അതിലൂടെ പതിയെ പിടിച്ച് നടന്ന്, ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്, നടന്ന് ആ ഒരു ഡോറിനടുത്തേക്ക് എത്തും. ഡോറിനടുത്തേക്ക് എത്തിയിട്ട് അവൾ ആ ഒരു ഡോർ പിടിക്കാൻ വേണ്ടി എത്തിയോണം പിടിക്കാനായിട്ട് അങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ ആഹാ വേറെ ഒന്നല്ല, ഒരു വലിയ ഷാർക്ക് ഈ വീടിനകത്തേക്ക് കയറി വരുന്നു. അവളാണെങ്കിലോ ഇപ്പൊ പിടിച്ചിട്ട് പകുതി കാലിൽ ചവിട്ടിങ്ങനെ നിൽക്കാണ്. ഏത് നിമിഷം വേണമെങ്കിലും താഴെ വീഴാം. ഈ ഷാർക്കാണെങ്കിലോ ബാക്കിയുള്ള 2 സഹോദരങ്ങളുണ്ടല്ലോ അവരുടെ അടുത്തേക്ക് വരുന്നു. ഇവര് രണ്ടുപേരും പേടിച്ചു നിൽക്കുന്നു. വില്ലാണെങ്കിലോ പിടിവിട്ട് ഇപ്പൊ താഴെ വീഴും എന്നുള്ള രീതിയിൽ താഴെ വീണ് കഴിഞ്ഞാൽ അവളുടെ അവസ്ഥ അത്രയേ ഉള്ളൂ. ഷാർക്ക് വന്ന് എടുത്തോണ്ട് പോകും. താഴെ വീഴുമെന്നാകുമ്പോഴത്തേക്കും റൂൺ വന്നിട്ട് അവളെ എങ്ങനെ രക്ഷിക്കും? ജസ്റ്റ് മിസ്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഷാർക്ക് കിച്ചണിൽ നിന്നും കുറച്ച് അച്ചാറും എടുത്ത് വില്ലിനെ നാക്കി തേച്ചിട്ട് പോയാനെ. അതേസമയം ലിസയെ കാണിക്കുമ്പോൾ ലിസ ഇപ്പോ ഹീറോയിന്റെ വീട്ടിലിരുന്നിട്ട് അവളോട് കാര്യങ്ങളൊക്കെ ചോദിക്കാണ്. അല്ല നമ്മളിപ്പോ സഹായത്തിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? കാരണം ലിസ ഈ ഒരു നാട്ടുകാരിയല്ലല്ലോ, ഹീറോയിൻ ഈ നാട്ടുകാരിയാണ്. ഇതുപോലെ ഇതിനു മുന്നേ സംഭവിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നെല്ലാം ചോദിക്കുമ്പോൾ ഹീറോയിൻ അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല. ഓക്കെ നിന്റെ വീട്ടിൽ നീ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ലേന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛൻ ഒരുപാട് നാളുകൾക്ക് മുന്നേ മരിച്ചുപോയി, അമ്മ ഇപ്പോൾ റീസെന്റ് ആയിട്ടാണ് മരിച്ചുപോയത്, അതുകൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് ലിസയ്ക്ക് നല്ല വിഷമമുണ്ട്. അപ്പോൾ ലിസ പറയും ശരി ഏതെങ്കിലും ഹെലികോപ്റ്ററുകൾ വരുമ്പോൾ അവർക്ക് നമ്മളെ അറിയാൻ വേണ്ടിയിട്ട് ഈ വീടിന് മുകളിൽ ഈ തുണി വെച്ചെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു വെക്കണമെന്നല്ല അവൾ പറയുന്നുണ്ട്. അതുമല്ല ഇപ്പോൾ ലിസയ്ക്കാണെങ്കിലോ ചെറിയ രീതിയിൽ ഈ പ്രസവ വേദനയും വരുന്നു. പക്ഷെ ഇപ്പോൾ പ്രസവിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. അതുകൊണ്ട് അവളെ തന്നെ കുറച്ച് റിലാക്സ് ആക്കിയിട്ട് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ ഇവളുടെ വീടിന് മുകളിൽ തുണിയെല്ലാം കൊണ്ടുവന്നിട്ട് ഹെൽപ്പ് എന്ന് എഴുതിയും വെക്കുന്നുണ്ട്. കാരണം ആരെങ്കിലും വരുമ്പോൾ കാണാൻ വേണ്ടിയിട്ട്. അതേസമയം ഇവിടെ അങ്കിളും ടീമും ഈ ബോട്ടും എടുത്തിട്ട് ഇനിയിപ്പോൾ വെള്ളത്തിലൂടെ പോകണം. പക്ഷെ ഇവർക്ക് സിഗ്നൽ ഇല്ല, അതുകൊണ്ട് ലൊക്കേഷൻ മനസ്സിലാവത്തില്ല. എന്ത് ചെയ്യുന്നത് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ഒരു ബോർഡുണ്ട്. ആനി വില്ല എന്ന് പറഞ്ഞ ആ ഒരു പട്ടണത്തിലേക്ക് എത്താൻ വേണ്ടി ഇനി വെറും 100 മൈലുകൾ മാത്രം. ഓക്കെ എന്തായാലും നമുക്ക് ഇത് നോക്കി പോവാന്ന് പറഞ്ഞ് അവരതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇവിടെ ആ ഒരു 3 സഹോദരങ്ങളുടെ വീട്ടിൽ കാണിക്കുമ്പോൾ ആ ഒരു ടേബിളിന് മുകളിലായിട്ടും ഇനി വെള്ളം കയറാൻ തുടങ്ങാണ്. അങ്ങനെ വെള്ളം കയറി കഴിഞ്ഞാൽ 3 പേരും മരിക്കും. ഈ ഷാർക്കാണെങ്കിലോ റൂമിനകത്ത് ചുറ്റി നടക്കുന്നു. അതുകൊണ്ട് രക്ഷപ്പെട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ ഷാർക്കിന്റെ ശ്രദ്ധ നമ്മൾ മാറ്റണം. അതിനിപ്പോൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുമ്പോഴാണ് വില്ല് പറയുന്നത് ബേസ്മെന്റിലെ ഫ്രിഡ്ജിനുള്ളിലെ ഒരുപാട് മാംസം ഇരിപ്പുണ്ട്, അതേപോലെ തന്നെ അവിടെ താഴെ തോക്കും ഇരിപ്പുണ്ട്, അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെട്ട് പോകാൻ കഴിയുമെന്ന് പറയുന്നതും വില്ല് പറയും ശരി ഞാൻ തന്നെ അത് ചെയ്യാന്ന് പറയുമ്പോൾ റോൺ അത് സമ്മതിക്കത്തില്ല. റോൺ പറയും ഇല്ല ഞാനത് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഈ 2 സഹോദരങ്ങളും മാറി മാറി ആര് പോകുന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ഇതുപോലെ പേടിപ്പിക്കാൻ വേണ്ടി ബില്ലി എന്ന് പറഞ്ഞിട്ട് ഇവരുടെ വളർത്തച്ഛനുണ്ടല്ലോ അയാൾ എങ്ങനെയോ രക്ഷപ്പെട്ട് മുകളിലേക്ക് വരുന്നു. ഷടാ ഇങ്ങനെ മരിച്ചില്ലേ എന്നിവർ 3 പേരും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അതേസമയം ഇവിടെ ഹീറോയിന്റെ വീട്ടിൽ കാണിക്കുമ്പോൾ ലിസയ്ക്കാണെങ്കിൽ ഇപ്പോൾ പ്രസവ വേദന വരുന്നു. അതുമല്ല അവളെ കൊണ്ട് അത് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. എന്തായാലും അത് കൺട്രോൾ ചെയ്തേ മതിയാവൂ. അതുകൊണ്ട് അവളെ തന്നെ സമാധാനപ്പെടുത്തി അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഹീറോയിൻ പറയും നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് 2 പേര് വന്നല്ലോ, അവരുടെ ബോട്ട് ഇവിടെ വെളിയിൽ തന്നെ ഉണ്ടാവും, അത് ഞാൻ പോയി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവൾ ജനാല വഴി വെളിയിലേക്ക് നോക്കുമ്പോൾ അവിടെ നിറയെ ഷാർക്കുകളുണ്ട്. അങ്ങനെ അവൾ താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കാണ് അവളുടെ അങ്കിള് പറഞ്ഞ ചില കാര്യങ്ങൾ ഹീറോയിൻ ആലോചിക്കുന്നത്. എന്താന്ന് വെച്ചാല് ഈ വെള്ളത്തിൽ വൈബ്രേറ്റർ കണ്ടു കഴിഞ്ഞാല് ഷാർക്കുകൾ പെട്ടെന്ന് അട്രാക്റ്റ് ആയിട്ട് അവിടേക്ക് പോവും. അതുകൊണ്ട് വൈബ്രേഷൻ കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് അവൾ വീട് മുഴുവനായിട്ട് നോക്കാണ്. അതുകൊണ്ട് അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചിട്ട് ഓരോ കവറുകളിലായിട്ട് അത് അവൾ വെച്ച് കെട്ടുകയാണ്.
അപ്പോൾ ലിസ ചോദിക്കും, അല്ല നീ എന്താ ചെയ്യാൻ പോകുന്നത് ചോദിക്കുമ്പോൾ ഇതുപോലെ ഷാർക്കുകളെ അവരുടെ ശ്രദ്ധ ഞാൻ മാറ്റാൻ പോകുന്നു. ആ ഗ്യാപ്പിൽ വെള്ളത്തിലേക്ക് ഇറങ്ങി ആ ബോട്ടിനടുത്തേക്ക് ചെല്ലുക, ഇതാണ് എൻ്റെ പ്ലാൻ. അങ്ങനെ അവൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഈ സാധനങ്ങളെല്ലാം ഒരു ബാഗിലാക്കി കെട്ടി അത് വെള്ളത്തിൽ പലയിടങ്ങളിലായിട്ട് വലിച്ചെറിഞ്ഞിട്ട് ഇപ്പോൾ ഹീറോയിൻ പതിയെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്. അതേസമയം ബില്ലിയുടെ വീട്ടിൽ കാണിക്കുമ്പോൾ ഇപ്പൊ അയാളുടെ ഭാര്യയെ പറ്റി ചോദിക്കും ഇവരോട്, നിങ്ങളുടെ അമ്മയെ കണ്ടോന്ന്. അപ്പോൾ അവർ കണ്ടില്ല എന്ന് പറയും. അപ്പോഴാണ് റോൺ ചോദിക്കുന്നത്, അല്ല ഞങ്ങൾ സഹായത്തിന് വേണ്ടി എത്ര വിളിച്ചിട്ടും നിങ്ങൾ അതൊന്നും കേൾക്കാതെ ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, എന്ത് ഒറ്റയ്ക്കോ? ഇല്ലില്ല, ഞാൻ സഹായത്തിന് നിങ്ങളെ രക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിന്നത്. അതിനു മുന്നേ എനിക്ക് ഇങ്ങനെ കാര്യം സംഭവിച്ചെന്നല്ല അയാൾ കള്ളം പറയുന്നു. അയാൾക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. എന്നിട്ട് അയാൾ പെട്ടെന്ന് അഹങ്കാരത്തോടെ റോണിനോട് പറയും, നീ മര്യാദയ്ക്ക് വെളിയിലേക്ക് പോയിട്ട് ആരെങ്കിലും സഹായത്തിനായിട്ട് വിളിച്ച് ഇവിടേക്ക് കൊണ്ടുവരാൻ പറയും. അതും എന്തോ ഒരു ഓർഡർ കൊടുക്കുന്നത് പോലെ. പക്ഷേ റോൺ അത് ചെയ്യത്തില്ല. അപ്പോഴേക്കാണ് അയാൾ പറയുന്നത്, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളൊക്കെ വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ട് നിങ്ങളെ ആ ഒരു ഷാർക്കുകളൊന്നും ചെയ്യത്തില്ല എന്ന് അഹങ്കാരത്തോടെ പറയുന്നതല്ലാതെ ഇവരെ കളിയാക്കുകയോട് ചെയ്യുന്നു. അപ്പോഴേക്ക് റോൺ ആണെങ്കിലോ അയാളോട് ദേഷിച്ച് സംസാരിക്കുന്നതും ഇപ്പൊ അയാൾ അഹങ്കാരത്തോടെ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് രക്ഷപ്പെടുത്താനായിട്ട് ആരെയും കൊണ്ടുവരാൻ വേണ്ടി. അപ്പോഴാണ് പുറകിൽ നിന്നും ഇവർക്കൊരു ചെക്ക് കിട്ടുന്നത്. എന്താന്ന് വെച്ചാൽ ഇവരെ മൂന്നുപേരെ നോക്കുന്നത് കൊണ്ട് ഗവൺമെന്റ് ഇവർക്ക് അയക്കുന്ന ആ ഒരു $1000. അപ്പൊ ഇത് കാണുന്നതും ഇവരെല്ലാവരും, ഓ അപ്പൊ $1000 കിട്ടിയിട്ടും ഞങ്ങൾക്ക് തരുന്നതോ വെറും ബ്രെഡും വെള്ളവും മാത്രം. നിങ്ങൾ രണ്ടുപേരും ഈ പണം കൊണ്ട് സുഖിച്ച് ജീവിക്കുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങളിൽ അയാളോട് ചോദിക്കുമ്പോൾ അയാളാണെങ്കിലോ ദേഷ്യപ്പെട്ട് പിന്നെയും അതൊന്നും എനിക്കറിയത്തില്ല, നിങ്ങൾ മര്യാദയ്ക്ക് വെളിയിലേക്ക് പോകാൻ പറയുന്നതും. ഇവർ വെറുതെ ഇരിക്കോ? അയാൾ പെട്ടെന്ന് റോണിനെ അടിക്കാൻ വരുമ്പോൾ റോൺ അയാളുടെ കൈ പിടിച്ച് തടയും. എന്നിട്ട് ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ബാക്കി രണ്ടുപേരും കൂടി വന്നിട്ട് ഇയാളെ തള്ളി വെള്ളത്തിലേക്ക് അങ്ങിടും. അപ്പോൾ അവിടെ കറങ്ങി നടക്കുന്ന ഷാർക്ക് എന്താണ്, ഇവന്റെ കൈ മുറിഞ്ഞിട്ട് രക്തം കൂടി താഴെ വീഴുന്നതും ആ ഒരു ഷാർക്ക് വന്ന് അയാളെ ഇപ്പോൾ പൂർണ്ണമായിട്ട് കടിച്ചെടുത്തുകൊണ്ട് പോയിട്ട് കൊല്ലുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ ഗ്യാപ്പിൽ നമ്മുടെ റോൺ എന്താ ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന് വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങി ആ ഒരു ബേസ്മെന്റിലേക്ക് നീന്തി പോകും. എന്താന്ന് വെച്ചാൽ ആ ഒരു ഷാർക്കിന്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി ആ ഫ്രിഡ്ജ് തുറന്നിട്ട് അതിനകത്ത് നിന്ന് മീറ്റ്, അതേപോലെ തന്നെ അവൻ ആ ഒരു തോക്ക് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു തോക്ക് ഭയങ്കര ലോക്കാക്കി വെച്ചേക്കുന്നത് കൊണ്ട് അത് വലിച്ചെടുക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ആ ഷാർക്ക് ഈ ബേസ്മെന്റിന്റെ അടിയിലേക്ക് ഇറങ്ങി വരുന്നു. ഷെടാ ഇതിന് മതിയായില്ലേ, ഇനി തോക്കും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് മുകളിലേക്ക് പോകാനായിട്ട് വരുമ്പോൾ അവിടെ ഒരു പെട്ടി മാത്രം പോയി കിടക്കുന്നുണ്ട്. ശരി പെട്ടിയെങ്കിലും പെട്ടി എന്ന് പറഞ്ഞിട്ട് അതും എടുത്ത് അവൻ നീന്തി മുകളിലേക്ക് വരും. എങ്ങനെയോ രക്ഷപ്പെട്ട് കരയിലേക്ക് കയറുന്നതും ആ ഒരു ഷാർക്ക് അവനെ കടിച്ചില്ല എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. പക്ഷെ അവൻ കൊണ്ടുവന്ന ആ ഒരു പെട്ടി ഉണ്ടല്ലോ, അതെന്താണെന്ന് അവൻ ഇപ്പോഴും അറിയത്തില്ല. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ഹീറോയിൻ ഇപ്പൊ ആ ഒരു ജനാല വഴി വെള്ളത്തിലേക്ക് ഇറങ്ങി. എന്നിട്ട് അവൾ നീന്തി പോകുമ്പോൾ അവൾ ഈ വെള്ളത്തിൽ പലയിടങ്ങളിലായിട്ട് എറിഞ്ഞ ആ ഒരു കവറുണ്ടല്ലോ, അത് ഓരോന്നായിട്ട് ഇപ്പൊ ആ ഒരു ഷാർക്ക് വന്ന് എടുക്കുന്നുണ്ട്. അതിലൂടെ തന്നെ അവൾക്ക് മനസ്സിലായി അവളുടെ അടുത്തേക്ക് ഷാർക്ക് വരുന്നില്ല എന്ന്. അതുപോലെ ഈ ഷാർക്ക് ഇത് വന്ന് എടുക്കുമ്പോഴത്തേക്കും അവൾ അനങ്ങാതെ തന്നെ ഒരിടത്ത് നിൽക്കും. കാരണം അനങ്ങിക്കഴിഞ്ഞാലാണ് ഈ ഒരു ഷാർക്ക് പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ട് അവിടേക്ക് വരുന്നത്. ഇപ്പൊ അവളിട്ട എല്ലാ കവറുകളും ഈ ഷാർക്ക് കടിച്ചെടുത്തതിന് ശേഷം ഇപ്പൊ കാണിക്കുമ്പോൾ ഹീറോയിൻ മാത്രമേ ഉള്ളൂ ബാക്കി. അപ്പൊ അതിനെ ഡിസ്ട്രാക്ട് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഇപ്പൊ അത് ഹീറോയിനെ കഴിക്കാനായിട്ട് വരുമെന്നുള്ള അവസ്ഥയില് ഹീറോയിൻ നീന്തി അങ്ങനെ തന്നെ സെന്ററിൽ അനങ്ങാതെ നിൽക്കാണ്. ഈ 2 ഷാർക്കുകളും അവളുടെ അടുത്തേക്ക് തന്നെ വരുമ്പോൾ അവളുടെ കഥ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന സമയത്താണ് ഈ ഷാർക്കുകൾ പെട്ടെന്ന് എവിടേക്ക് പോകുന്നു. ഹീറോയിനൊന്നും മനസ്സിലാവുന്നില്ല, ഇതിനെന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. അങ്ങനെ വെള്ളത്തിനടിയിൽ കാണിക്കുമ്പോഴാണ് ആഹാ വേറൊന്നുമല്ല, ആ ഒരു ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക് ഉണ്ടല്ലോ, അത് ഹീറോയിന്റെ കാലിനടിയിലൂടെ അങ്ങനെ നീന്തി പോകുന്ന ഹീറോയിൻ അനങ്ങാതെ അവളുടെ കാല് 2 വശങ്ങളിലേക്ക് മാറ്റി അങ്ങനെ തന്നെ നിൽക്കാണ്. അതിനെ കണ്ടിട്ടാണ് ബാക്കി ഷാർക്കുകൾ അവിടെ നിന്ന് പോയത്. അതുമല്ല ഹീറോയിൻ അനങ്ങാതെ കിടന്നതുകൊണ്ട് അവളെ ഒന്നും ചെയ്തില്ല. ഇപ്പൊ ആ ഷാർക്കാണെങ്കിലോ ബാക്കി 2 ഷാർക്കുകളെ തിന്നാൻ വേണ്ടിയിട്ട് അതിന്റെ പിറകെ പോയിട്ടുണ്ട്. ഈ ഗ്യാപ്പിൽ നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് വന്ന ആ ഒരു ബോട്ട് അതിലേക്ക് കയറും. ഒരിത്തിരി താമസിച്ചിരുന്നെങ്കിൽ ഹീറോയിനെ ആ ഒരു ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക് കടിച്ചെടുത്തോണ്ട് പോയേനെ. ഇപ്പോ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടാണ് അവള് ഈ ബോട്ടിൽ കിടക്കുന്നത്. അതേസമയം അങ്കിളിനെയും സംഘത്തിനെയും കാണിക്കുമ്പോൾ അവരെങ്ങനെയോ ആനി വില്ല എന്ന് പറഞ്ഞ ഈ ഒരു പട്ടണത്തിലേക്ക് വന്നു. അതുപോലെ ഇവർക്കാണെങ്കിലോ സിഗ്നൽ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ സിഗ്നൽ നോക്കുമ്പോഴത്തേക്കാണ് അവിടെ മുഴുവനും ഈ ഷാർക്കുകളുള്ള കാര്യം ഇവർ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹീറോയിനെ കാണിക്കുമ്പോൾ അടുത്ത ദിവസമായി സൂര്യൻ ഇപ്പോൾ ഉദിച്ചു വരുന്നു. പക്ഷെ അത് കാണാനായിട്ട് ഈ ഒരു നഗരത്തിൽ ആളുകളില്ലാന്ന് മാത്രം. എന്നിട്ട് ഹീറോയിൻ ഇപ്പോൾ തന്റെ വീടിനടുത്തേക്ക് പോകുമ്പോൾ അവളുടെ വീടും പതിയെ പതിയെ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്താണ് ലിസയുള്ളത്. അയ്യോ ലിസയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് വിചാരിച്ചിട്ട് അവൾ അകത്തേക്ക് ചെല്ലുമ്പോൾ മുകളിലത്തെ റൂമിൽ ഓരോ വെള്ളം കയറിയിട്ട് ആ ഒരു കട്ടിലുണ്ടല്ലോ അത് മുകളിലേക്ക് പൊങ്ങി പൊങ്ങി പോവാണ്. ഇപ്പോൾ ലിസയാണെങ്കിൽ ആ ഒരു സീലിംഗിൽ വെച്ച് അമുക്കുന്നത് പോലെ അതുപോലെയാണ് ആ ഒരു വെള്ളം കയറി പോകുന്നത്. അതുമല്ല അവൾക്ക് പ്രസവ വേദനയും കൂടുതലാണ്, സഹിച്ച് നിൽക്കാനും കഴിയത്തില്ല. അതുമല്ല അവൾക്ക് ടെൻഷൻ ആവാതിരിക്കാൻ വേണ്ടി
അവളുടെ ഫോൺ എടുത്തിട്ട് അതിലെന്തോ ഒരു മ്യൂസിക് ഇട്ട് അതും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഈ 3 സഹോദരങ്ങളുടെ വീട്ടിൽ കാണിക്കുമ്പോൾ റോൺ ഇപ്പോൾ താഴെ നിന്ന് എടുത്തുകൊണ്ട് വന്ന ആ ഒരു മീറ്റ് അത് ഇവിടെ തന്നെ അവന് തോക്കെടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ ഒരു ഷാർക്കിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്ന് ഇവർ ആലോചിച്ചിരിക്കുമ്പോഴത്തേക്കാണ് അവ കൊണ്ടുവന്ന ആ ഒരു പെട്ടിയുണ്ടല്ലോ അതെന്താണെന്ന് ഇവർ തുറന്നു നോക്കുന്നത്. അതിനകത്താണെങ്കിലോ വെടിമരുന്നാണുള്ളത്. ഇതുകൂടി കാണുന്നതും ഇവർക്ക് സന്തോഷമായിട്ട് ഇവരെന്താ ചെയ്യുന്നറിയോ, ആ കൊണ്ടുവന്ന മീറ്റില് ഈ വെടിമരുന്ന് വെച്ച് കെട്ടിയിട്ട് അത് കത്തിച്ച് ദൂരേക്കെറിയും. അപ്പൊ ഈ ഒരു ഷാർക്ക് എന്തായാലും ഈ മീറ്റ് കടിക്കാനായിട്ട് വരും. അങ്ങനെ വന്നിട്ട് അത് കടിച്ചെടുക്കുമ്പോൾ ഈ വെടിമരുന്ന് പൊട്ടി ഷാർക്കുകളും പൊട്ടിത്തെറിച്ച് ഈ വീടിനകത്തുള്ള ആ ഒരു ഷാർക്ക് അത് ചത്തുപോവാണ്. അതുകൊണ്ട് ഇവർ 3 പേര് രക്ഷപ്പെട്ടു. ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ അവൾ ആ ഒരു ബോട്ടിലിരിക്കുമ്പോഴത്തേക്ക് അവളുടെ വീട് പൂർണ്ണമായിട്ട് മുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ലിസയെ കാണിക്കുമ്പോൾ ലിസ അതിനകത്ത് കിടന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്നാണ് അവൾക്ക് പ്രസവ വേദനയെ സഹിക്കാൻ കഴിയുന്നില്ല. ആ അവസ്ഥയിൽ കിടക്കുമ്പോഴത്തേക്കും ഈ വീട് തകർന്നു വീഴുമ്പോൾ എന്തോ അവൾ മുകളിലായതുകൊണ്ട് അതുവഴിയെ ഗ്യാപ്പിലൂടെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് അവളിപ്പോൾ വെള്ളത്തിൽ തന്നെ കിടക്കാണ്. പക്ഷെ അവൾക്ക് ആ ഒരു പ്രസവ വേദന അത് കഴിയുന്നില്ല. അവസാനം വേറെ വഴിയില്ലാതെ ലിസ വെള്ളത്തിൽ വെച്ച് തന്നെ പ്രസവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഒരു കുഞ്ഞിനെ അങ്ങനെ പൊക്കിയെടുക്കുന്നതും അതൊരു ആൺകുഞ്ഞായിരുന്നു. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചുറ്റിനും ഷാർക്കുകളാണുള്ളത്. അതുമല്ല അവൾ പ്രസവിച്ചതുകൊണ്ട് അവൾ നിൽക്കുന്ന ആ ഒരു സ്ഥലം മുഴുവൻ രക്തമാണ്. ഇപ്പോൾ ഈ രക്തത്തിന്റെ മണം പിടിച്ച് ഷാർക്കുകൾ ഇവിടേക്ക് വരും. ഇപ്പോൾ തന്റെ കുഞ്ഞിനെ രക്ഷിച്ചേ മതിയാവൂ. അതുകൊണ്ട് അവൾ ആ ഒരു കുഞ്ഞിനെ ഒഴുകി നടക്കുന്ന ഒരു തടിയുടെ മുകളിലേക്ക് കിടത്തും. എന്നിട്ട് മൂർച്ചയുള്ള ഒരു തടിയും എടുത്തു വെച്ച് ഈ ഷാർക്കിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഒരമ്മ തന്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യുമെന്ന് നമുക്കറിയാലോ. അതുപോലെ അവളും ഒരു ഷാർക്ക് അങ്ങനെ വരുന്നത് പെട്ടെന്ന് അതിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ അത് അവിടെ നിന്ന് മാറിപ്പോകുന്നതും ഇപ്പോൾ ഒരു ഷാർക്കിനെ അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ലക്കിന് ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷെ മറ്റൊരു ഷാർക്ക് അതിപ്പോ ലിസയെ കടിക്കാൻ വേണ്ടി ദൂരെ നിന്ന് വരുന്നതും ഇത് കണ്ട ഹീറോയിൻ അവളുടെ ആ ഒരു ബോട്ടില് അവളുടെ കയ്യിൽ ഒരു ക്രോസ് ബോ ഉണ്ടായിരുന്നു. അതങ്ങനെ എടുത്തിട്ട് ഈ ഷാർക്കിനെ എയിം ചെയ്യാണ്. ലിസയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആ കുഞ്ഞിനെ പിടിച്ചിട്ട് വെള്ളത്തിൽ കിടക്കുന്നതും ഈ ഷാർക്ക് അടുത്തേക്ക് വരുമ്പോൾ കറക്റ്റ് ഹീറോയിൻ എയിം ചെയ്ത് ലിസയുടെ അടുത്തേക്ക് വരുന്ന ആ ഒരു ഷാർക്കിനെ അങ്ങ് കൊല്ലും. പക്ഷെ ഇതിനെ കൊന്നിട്ട് കാര്യമില്ല, ഇവിടെ വേറെയും ഷാർക്കുകളുണ്ട്. അതുകൊണ്ട് അതെല്ലാം കാണുന്നതിന് മുന്നേ ലിസയെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ആ ഒരു ബോട്ട് ഇങ്ങനെ തുഴയാണ്. പക്ഷെ അവളുടെ കയ്യിലുള്ളത് സാധാ ഒരു തടിയായതുകൊണ്ട് നല്ല വേഗതയിലല്ല ആ ഒരു ബോട്ട് വരുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ ഹീറോയിൻ തുഴഞ്ഞ് ഇവരുടെ അടുത്തേക്ക് വരും. എന്നിട്ട് ആ ഒരു ബോട്ടിൽ പിടിച്ച് ഈ കുഞ്ഞിനെ എടുത്ത് ഹീറോയിൻ കയ്യിൽ വെക്കും. എന്നിട്ട് ലിസയെ വലിച്ച് മുകളിലേക്ക് കയറ്റാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് മറ്റൊരു ഷാർക്ക് വന്ന് ഈ ഒരു ബോട്ട് ഒരു ഒറ്റയിടി ബോട്ടങ്ങ് മറിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ ഇവർ 3 പേരും വെള്ളത്തിലായിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഇപ്പൊ 3 പേരും വെള്ളത്തിൽ കിടക്കുന്ന ആ ഒരു ഷാർക്ക് അങ്ങനെ കറങ്ങി ഇവരുടെ അടുത്തേക്ക് വരാൻ പോവാണ്. അവര് മരിച്ചു എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ കുറച്ച് ദൂരെ നിന്ന് നമ്മുടെ അങ്കിളും ടീമും ഇവരെ കണ്ടുപിടിച്ചു. എന്നിട്ട് അവര് ബോട്ടിലിങ്ങനെ വരികയാണ്. അതുമല്ല ഇപ്പൊ അങ്കിളിന്റെ കയ്യിലാണെങ്കിലോ ഈ ഷാർക്കുകൾക്ക് ഷോക്ക് കൊടുക്കുന്ന രീതിയിൽ എന്തോ ഒരു ഡിവൈസ് ഉണ്ട്. അതെടുത്ത് ഈ വെള്ളത്തിലേക്ക് എറിഞ്ഞു കൊടുക്കും. അപ്പോ അവിടെ അടുത്തുള്ള ഷാർക്കുകളെല്ലാം പെട്ടെന്ന് മാറിപ്പോകുന്നുണ്ട്. പക്ഷെ വെള്ളത്തിൽ ഇതുപോലെ ഒരു കാര്യം എറിയുമ്പോഴത്തേക്കും ഇവർക്ക് 3 പേർക്കും അത് എഫക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് അവർക്കത് വലിയ കുഴപ്പമുണ്ടാക്കത്തില്ല. പക്ഷേ അവിടെയുള്ള ഷാർക്കുകൾക്ക് ഇതുപോലെ ഷോക്ക് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ഇവരുടെ അടുത്തേക്ക് വരുന്ന ആ ഒരു ഷാർക്ക് അതിനെ എന്തെങ്കിലും ചെയ്യണം. പക്ഷെ ഇവരെത്തുന്നതിന് മുന്നേ തന്നെ ആ ഒരു ഷാർക്ക് ഇവരുടെ 3 പേരുടെ അടുത്ത് എത്താറാവുന്നു. ഇവർക്കും ഇനി വേറെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് 2 പേര് കണ്ണടച്ചങ്ങനെ നിൽക്കുന്നതും അവിടെയാണ് ഒരു ട്വിസ്റ്റ്. നെല്ലി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക് ഉണ്ടല്ലോ അത് ഈ ഒരു ഷാർക്കിനെ കടിച്ചെടുത്ത് അങ്ങനെ ചാടി പോകുന്നതും ഇത് കണ്ട ആ ഒരു ന്യൂസ് റിപ്പോർട്ടർമാര് അവർക്കും ഭയങ്കര ഷോക്കായിപ്പോയി. കാരണം ഇത്രയും വലിയൊരു ഷാർക്ക്, കാരണം ഈ ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക് ഈ ചെറിയ ഷാർക്കുകളെ ആയിരിക്കും കൂടുതലായിട്ട് തിന്നുന്നത്. അതുകൊണ്ടാണ് അതും കരയിലേക്ക് വന്നത്. ഇപ്പൊ അവസാനം നമ്മുടെ അങ്കിള് നേരെ ഹീറോയിന്റെ അടുത്തേക്ക് വന്ന് ഹീറോയിനെയും അതേപോലെ തന്നെ ലിസേനെ രക്ഷപ്പെടുത്തുന്നു. ഹീറോയിനോട് എത്ര തവണ പറഞ്ഞതാണ്, വല്ല കാര്യം ഉണ്ടായിരുന്നു. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, ഹീറോയിൻ ഇവിടെ ഉള്ളതാണ്ടാണല്ലോ നമ്മുടെ ലിസയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. അങ്ങനെ അങ്കിളിന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിയ ലിസ ഉടനെ തന്നെ അവളുടെ അമ്മയെ വിളിച്ചിട്ട് ജനിച്ച ആ ഒരു കുഞ്ഞിനെയും തന്റെ കൊച്ചുമാനെ കാണിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് നല്ല സന്തോഷമായി. ലിസയ്ക്കും വേറെ കുഴപ്പമില്ലാന്ന് പറയും. അങ്ങനെ ഇവരെല്ലാവരും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതും ഇവിടെ ആ ഒരു 3 സഹോദരങ്ങളെ കാണിക്കുമ്പോൾ അവർ 3 പേരും ഈ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് അവരുടെ ആ ഒരു ട്രക്ക് ഉണ്ടല്ലോ ബില്ലിയുടെ, ആ ട്രക്കിൽ കയറി ഇവർ 3 പേര് രക്ഷപ്പെട്ടു പോകാനായിട്ട് നിൽക്കാണ്. കാരണം അതിന്റെ സൈലൻസർ മുകളിലേക്ക് ആയതുകൊണ്ട് ഈ വണ്ടി ഓടിച്ചോണ്ട് പോകാൻ കഴിയും. അതേപോലെ തന്നെ അവർ രക്ഷപ്പെട്ടു പോകുന്നതും ഇവിടെ ഇവരെല്ലാവരും ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ന്യൂസിൽ അടുത്തൊരു കാര്യം പറയുന്നത്, ഇതുപോലെ അടുത്തൊരു ചുഴലിക്കാറ്റ് ഉടനെ തന്നെ ഇവിടേക്ക് വരാൻ പോകുന്നു. അപ്പോൾ ഒന്നിപ്പോൾ അവസാനിച്ചതേ ഉള്ളൂ, ഇനി ഉടനെ തന്നെ അടുത്തത്. എന്തായാലും ഈ മൂവി ഇവിടെ വെച്ച് അവസാനിച്ചു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ല കഥയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരേക്കും ബൈ.